ഇന്നത്തെ നമ്മുടെ വിഷയം ADHD എന്നുള്ള വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഏതൊരു മാതാപിതാക്കളായാലും ശരി, അധ്യാപകരായാലും ശരി, കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരായാലും ശരി, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രായത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരു വ്യക്തിയായാലും വളരെയധികം ആഴത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണിത്. കാരണം പലപ്പോഴും നമുക്കറിയില്ല നമ്മുടെ കുഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ പേരക്കുട്ടി എന്തുകൊണ്ടാണ് ആ വിധത്തിൽ പെരുമാറുന്നത് എന്ന്. നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന മിക്സർ ഗ്രൈൻഡർ, അതിൽ നിന്നൊരു പ്രത്യേക വിധത്തിലുള്ള ശബ്ദം വന്നു കഴിഞ്ഞാൽ, സ്വാഭാവികമല്ലാത്ത ഒരു ശബ്ദം വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിന് എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന്. നമ്മുടെ കാറിനോ ബൈക്കിലോ ഒക്കെ ഏതെങ്കിലും വിധത്തിലുള്ള അസ്വാഭാവികമായിട്ടുള്ള ശബ്ദമോ അല്ലെങ്കിൽ പുകയിലെ ഒരു നിറവ്യത്യാസം കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാകും അതിനെന്തോ ഒരു കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്, അല്ലെ? നമ്മൾ എത്രയും വേഗം അതിനെ സർവീസ് സെന്ററിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷേ പ്രകൃതിയുടെ, ദൈവത്തിന്റെ വരദാനങ്ങളായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ വിധത്തിലുള്ള ചില അസ്വാഭാവികതകൾ സംഭവിക്കുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. കുഞ്ഞ് വല്ലാതെ വാശി പിടിക്കുന്നു, ദേഷ്യം പിടിക്കുന്നു, ഇത് കുട്ടികൾക്ക് നല്ലതല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ പഴിചാരുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയെല്ലാം അത് ആ കുഞ്ഞിന്റെ ചില മാനസിക അസ്വസ്ഥതകളാണ്, അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ മാനസിക അവസ്ഥയിൽ വന്നിരിക്കുന്ന ചില വ്യതിയാനങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ നിർഭാഗ്യവശാൽ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. അപ്പോ അത്തരം സാഹചര്യങ്ങൾ തുടരുകയാണ് എങ്കിൽ കുഞ്ഞുങ്ങളുടെ മനോനിലയിൽ കാര്യമായിട്ടുള്ള ചില അപാകതകൾ, ചില അസ്വസ്ഥതകൾ ഭാവിയിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിധത്തിലുള്ള അവസ്ഥകൾ എന്തൊക്കെയാണ്, എന്തെല്ലാമാണ് അതിന്റെ സിംറ്റംസ്, എന്തെല്ലാമാണ് സാമാന്യമായ വിധത്തിലുള്ള പരിഹാര മാർഗങ്ങൾ, അതിലപ്പുറം അതിനെന്തൊക്കെ നിലപാടുകൾ, സമീപന രീതികൾ നമ്മൾ സ്വീകരിക്കണമെന്നെല്ലാം നമുക്ക് വളരെ ആഴത്തിൽ തന്നെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശാലിമ മാം നമ്മളോടൊപ്പമുണ്ട്. ശാലിമ മാം വളരെ പ്രഗത്ഭയായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റും അതുപോലെ കുട്ടികളുടെ കാര്യത്തിൽ വളരെ സ്പെഷ്യലൈസ് ചെയ്യുന്ന വളരെ വിദഗ്ധയായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് വളരെ സ്നേഹപൂർവ്വം, ബഹുമാനപൂർവ്വം ശാലിമ മാമിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. താങ്ക് യു. ശരി, നമുക്കൊരു പ്രാർത്ഥന കൂടി തുടങ്ങിയാലോ സർ? ശരി, ആവട്ടെ. ശരി, എല്ലാവരും സാവധാനം കണ്ണുകൾ അടയ്ക്കും. സ്വന്തം ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കും. ഓരോ തവണ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും മനസ്സും ശരീരവും ഒരുപോലെ ശാന്തമാവുന്നത് അനുഭവിച്ചറിയുക. നാം ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വരാൻ കാരണക്കാരായ മാതാപിതാക്കളെ അതിയായ സ്നേഹത്തോടെ ഓർക്കുക. അവരോട് നന്ദി പറയുക. അറിവുകൾ പകർന്നു തന്ന ഗുരുനാഥന്മാരെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഒരുപാട് സ്നേഹത്തോടെ അവരോട് നന്ദി പറയാം. ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും സ്നേഹവും കരുതലും കരുണയും കാട്ടിയ എല്ലാവരോടും നന്ദി പറയാം. സമസ്ത ജീവിതാളങ്ങളോടും ഹൃദയം നിറഞ്ഞ് നന്ദി പറയാം. അവരില്ലാതെ ഈ ഭൂമിയിൽ നമ്മുടെ നിലനിൽപ്പ് സാധ്യമാവുകയില്ല എന്നറിയുക. അറിവുകൾക്ക്, തിരിച്ചറിവുകൾക്ക്, അനുഭവങ്ങൾക്ക് നന്ദി പറയാം. നമ്മുടെ ഉള്ളിലായിരിക്കുന്ന നമ്മോട് തന്നെ
അതിയായ സ്നേഹത്തോടെ നന്ദി പറയാം. ഇന്ന് ഈ മനോഹരമായ സായാഹ്നത്തിൽ പരസ്പരം ഒന്നിച്ചുകൂടാനും അറിവുകൾ പങ്കുവയ്ക്കാനും കാരണമായ ആ നിയോഗത്തിന്, ആ ശക്തിക്ക് നന്ദി പറയുന്നു. ഇനിയുള്ള എൻ്റെ ഓരോ വാക്കിലും ചിന്തയിലും ആ ശക്തിയുടെ സാന്നിധ്യം ഉണ്ടാവാനായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു. സാവധാനം കണ്ണുകൾ തുറക്കുക. എല്ലാവരും വീഡിയോയിൽ വരണം, പക്ഷെ മൈക്ക് ഒന്ന് മ്യൂട്ടാക്കി വെച്ച് നല്ലതാവും കേട്ടോ. ബിക്കോസ് എല്ലാവരും ഡിസ്റ്റർബൻസ് ദയവായിട്ടൊന്ന് ഉണ്ടായാലും വീഡിയോയിൽ വരൂ, മൈക്ക് ഒന്ന് മ്യൂട്ടാക്കി വെക്കൂ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എല്ലാവരുടെയും മൈക്ക് ഒന്ന് മ്യൂട്ടാക്കി വെക്കാം. അതിനുശേഷം മാം സ്വന്തം മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. ഓക്കെ, ശരിയാണ്. ഓക്കെ, എല്ലാവർക്കും നമസ്തേ, വെരി ഗുഡ് ഈവനിങ്. നിങ്ങളിൽ കുറച്ചു പേർക്കൊക്കെ എന്നെ അറിയാം. എൻ്റെ പേര് ഷാലിമ. ഞാനൊരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഒപ്പം ADHD, SLD, ഓട്ടിസം അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ അങ്ങനെ ആ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആളുകളെ ജീവിതം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു റെമഡിയൽ കോച്ചും കൂടിയാണ്. ശരിക്കും ADHD, SLD തുടങ്ങിയ അവസ്ഥകളെ കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കിയ ചിത്രമാണ് 2007 പുറത്തിറങ്ങിയ താരേ സമീൻ പർ. അതിനു മുൻപ് അങ്ങനെ ഒരു അവസ്ഥയെ കുറിച്ച് പലരും, അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പിന്നെ കഴിഞ്ഞ ഒരു മാസം മുൻപ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടൻ ശ്രീ ഫഹദ് ഫാസിൽ ഞാൻ ADHD ഡയഗ്നോസ്ഡ് ആണ് എന്ന് പറയുകയുണ്ടായി. അപ്പൊ അന്ന് മുതൽ അശോക് സാർ പറയുന്നതാണ് ഇങ്ങനൊരു ക്ലാസ് വേണം, ഈ വിഷയത്തിലൊരു ക്ലാസ് വേണം എന്നുള്ളത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു പറച്ചിലുണ്ടായല്ലോ, അതും ഒരു സെലിബ്രിറ്റിയുടെ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഈ വിഷയത്തെ കുറിച്ച് ഗൂഗിൾ ചെയ്തിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നൊക്കെ കരുതി ഞാനിതൊന്ന് പിന്നോക്കം വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു 4 ദിവസം മുൻപ് 25 വയസ്സുള്ള ഒരു പെൺകുട്ടി ADHDയുടെ സിംറ്റംസ് ആയിട്ട് ക്ലിനിക്കിലേക്ക് വന്നത്. അപ്പോ ADHD കൺഫേം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഡയഗ്നോസ്ഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി എടുക്കേണ്ടതുണ്ട്. അപ്പൊ അവള് പറഞ്ഞ സിംറ്റംസ് ഒക്കെ ADHDയുടെ സിംറ്റംസുമായിട്ട് മാച്ച് ചെയ്യുന്നതായിരുന്നു. അപ്പൊ നമുക്ക് ടെസ്റ്റുകളിലേക്ക് പോകണമെങ്കിൽ, സ്പെക്ട്രം ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി എടുക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവളുടെ അമ്മയോട് സംസാരിച്ചത്. അവളുടെ അമ്മയോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകള് പറയുന്ന ലക്ഷണങ്ങളൊക്കെ ADHDയുടെ ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി കിട്ടണം, അതിനോടാണ് മാമിനോട് വരാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ അവര് വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, ഹൈ എൻഡ് പ്രൊഫഷണൽ ആണ്, ആക്ടിവിസ്റ്റ് ആണ്, അങ്ങനെ ഒരുപാട് പദവികൾ അലങ്കരിക്കുന്ന ഒരാളാണ്. പക്ഷെ മകൾക്ക് ADHD ഉണ്ട്, അതൊന്ന് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ എടുത്തു വഴിക്ക് എന്നോട് പറഞ്ഞു, ADHD എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്നതല്ലേ, ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചാല്
നമുക്ക് ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അത് ചെയ്യാനാവില്ലേ? വേണ്ടാന്ന് വെക്കുന്നത് കൊണ്ടല്ലേ അത് ചെയ്യാൻ പറ്റാത്തത്. മാത്രല്ല ADHD എന്ന് പറയുമ്പോ അത് നമ്മൾ വേണമെന്ന് വിചാരിച്ചാ മാറ്റാൻ പറ്റുന്ന ഒരവസ്ഥ മാത്രല്ലേ? എന്തിനാ അതിന് ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും ഒക്കെ എന്ന്? അപ്പൊ എനിക്ക് മനസ്സിലായി, സമൂഹത്തില് വിദ്യാസമ്പന്നരെന്ന് വിചാരിക്കുന്ന ആളുകളുടെ ഇടയിൽ പോലും ഇപ്പോഴും ഇതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളാണുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. മാത്രല്ല 2 ദിവസം മുന്നേ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോ ഒരു പരസ്യം കണ്ടു. ഫഹദ് പറഞ്ഞ ADHD നിങ്ങൾക്കുണ്ടോ, വരൂ ഞങ്ങളുടെ സൈക്കോളജിസ്റ്റിനോട് സംസാരിക്കൂ എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം കണ്ടു. അപ്പൊ അതിന്റെ താഴെ വന്നിരിക്കുന്ന കോമന്റ്സ് നോക്കിയപ്പോ വല്ലാതെ സങ്കടം തോന്നി. അതിന്റെ താഴെ വളരെ മോശം കമന്റ്സ് ആണ് കണ്ടത്. അതായത് ADHD എന്ന് പറയുന്നത് നല്ല തല്ലുകൊള്ളാത്തതിന്റെ അസുഖമാണ്, മടിയുടെ മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ എന്ത് തോന്നിയാസവും കാണിച്ചിട്ട് അതിനൊരു പേരിട്ട് വെച്ചിരിക്കണു ADHD എന്നൊക്കെ. അതിനെ ഗ്ലോറിഫൈ ചെയ്യാനാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കോമന്റ്സ്. നമുക്കങ്ങനെ പറയാം അല്ലേ? കാരണം നമ്മള് ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്നവരാണ്. ബെന്യാമിൻ പറഞ്ഞതുപോലെ നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് വെറും കെട്ടുകഥകളാണ്. അപ്പോ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. എന്താണ് ADHD? എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത്? ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് മുമ്പ് ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. സർ കാണുന്നുണ്ടോ? കാണാമോ? കാണുന്നുണ്ട്. ഓക്കെ. സോ ADHD കുറിച്ച് നമുക്കൊന്ന് അറിയാം. എന്താണ് ADHD? ADHD ശരിക്കും ഒരു എക്രോണിമാണ്, അതായത് ഷോർട്ട് ഫോം ആണ്. ADHD, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അതാണ് അതിന്റെ ഫുൾ ഫോം. അറ്റൻഷൻ ഡെഫിസിറ്റ്, ശ്രദ്ധ വൈകല്യം, അതായത് ശ്രദ്ധിക്കാനുള്ള ബുദ്ധിമുട്ട്, ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇതാണ് ശ്രദ്ധ വൈകല്യം. ഹൈപ്പർ ആക്ടിവിറ്റി, നമ്മളെല്ലാവരും വളരെ ആക്റ്റീവായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലെ? പക്ഷെ സാധാരണ ഒരു മനുഷ്യനേക്കാൾ 5%, 10% സ്പെക്ട്രം അനുസരിച്ച് ഇവർക്ക് ആക്റ്റീവായിരിക്കാനുള്ള, ക്ഷീണമില്ലാതെ ആക്റ്റീവായിരിക്കാനുള്ള കഴിവ് കൂടും. ഇവര് ത്രൂ ഔട്ട് 24/7 എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആയിരിക്കും ഇവര്. അത് അവരെ ഇന്റേണലി ബാധിക്കാനും തുടങ്ങും. അതാണ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അറ്റൻഷൻ ഡെഫിസിറ്റ്, ശ്രദ്ധാവൈകല്യം, ഹൈപ്പർ ആക്ടിവിറ്റി, ഇത് രണ്ടും കൂടി ചേർന്ന ഒരു ഡിസോർഡർ തന്നെയാണ് ADHD എന്ന് പറയുന്നത്. ADHD 3 തരത്തിലുണ്ട്. അതില് ആദ്യത്തേത് പ്രിഡോമിനന്റ്ലി ഇൻഅറ്റന്റീവ്, അതായത് ശ്രദ്ധാവൈകല്യം, ശ്രദ്ധിക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ. ഹൈപ്പർ ആക്ടിവിറ്റി കുറവായിരിക്കും. ശ്രദ്ധിക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ശ്രദ്ധയില്ലാത്തത് കൊണ്ട് ഇവരുടെ ദൈനംദിന ജീവിതം ആകെ താറുമാറാവും. അതിന്റെ ഒരു പ്രധാന, ഞാൻ വളരെ പെരിഫറൽ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഡെഫിനറ്റ്ലി സയന്റിഫിക് ടേംസ് ഒരുപാടുണ്ട്, അപ്പൊ കുറച്ച് ഡ്രൈ ആയിട്ട് നമുക്ക് തോന്നും. ഡീപ്പായിട്ട് പറയാൻ ഇത് റിസർച്ച് ടോപ്പിക് തന്നെയാണ്. അപ്പൊ പെരിഫറൽ ആയിട്ട് പറഞ്ഞു പോവാം, എന്നിട്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. സോ ഇൻഅറ്റന്റീവ് അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മ ഇവരുടെ ദൈനംദിന ജീവിതത്തെ വളരെയധികം ബാധിക്കും. ഇതിന്റെ പ്രധാന കാരണം ഇവർക്ക് ഫിഗർ ഗ്രൗണ്ട് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്.
ഫിഗർ ഗ്രൗണ്ട് ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ നിങ്ങൾ എല്ലാവരും ഇപ്പൊ വീട്ടിലിരുന്നിട്ട് അല്ലെങ്കിൽ ഓഫീസിലിരുന്നിട്ട് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നുണ്ടാവും, അങ്ങനെ പല സാഹചര്യങ്ങളിൽ ഇരുന്നിട്ടാവും ഈ ക്ലാസ് കേൾക്കുന്നുണ്ടാവുക. നിങ്ങളുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാവും. ഫാൻ കറങ്ങുന്നുണ്ടാവും, AC വർക്ക് ചെയ്യുന്നുണ്ടാവും, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ചുറ്റും പോകുന്നുണ്ടാവും. വീട്ടിലാണെങ്കിൽ അടുക്കളയിലെ ശബ്ദം കേൾക്കുന്നുണ്ടാവും, ചിലപ്പോൾ TV പ്ലേ ചെയ്തിട്ടുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കറിയാം നാം ക്ലാസ്സിലാണ് ശ്രദ്ധിക്കേണ്ടത്, എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഈ വൈഷമ്യമുള്ള ആളുകൾക്ക് അവരുടെ ബ്രെയിന്, അതായത് നമുക്ക് കൃത്യമായിട്ട് എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് അറിയുന്നത് നമ്മുടെ മിടുക്കല്ല. നമ്മുടെ ബ്രെയിൻ കൃത്യമായി കിട്ടുന്ന ഇൻഫോർമേഷൻസിനെ പ്രോസസ് ചെയ്ത് വേണ്ടാത്തതിനെ ഫിൽട്ടർ ചെയ്ത് കളഞ്ഞ് ആവശ്യമുള്ളതിനെ മാത്രം മെസ്സേജസ് ആയിട്ട് നമുക്ക് തരുന്നത് കൊണ്ടാണ് നമുക്ക് എവിടെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് കൃത്യമായി അറിയാനാവുന്നത്. ഇത്തരം ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ബ്രെയിനിന് ഈ കപ്പാസിറ്റി ഉണ്ടാവില്ല. അതായത് ഫിഗർ ഗ്രൗണ്ട് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവില്ല, ഫിൽറ്ററിങ് പോസിബിൾ ആവില്ല. അതുകൊണ്ട് തന്നെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ബ്രെയിൻ സ്വീകരിക്കുകയും ഫിൽറ്റർ ചെയ്യാതെ തന്നെ ആ ഇൻഫോർമേഷൻസിനെ ബോഡിയിലേക്ക് കടത്തിവിടുകയും ചെയ്യും. അപ്പൊ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് മെസ്സേജസ് ആയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ മെസ്സേജസ് ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ബോഡി വിൽ ഗെറ്റ് ഓവർലോഡഡ് ആവും. അതാണ് ശരിക്കും സംഭവിക്കുക. ഇതിന്റെ കാരണങ്ങളിലേക്ക് നമുക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ആദ്യം പ്രിഡോമിനന്റ്ലി ഇൻഅറ്റന്റീവ്, അടുത്തതായിട്ട് വരുന്നത് പിന്നെ 2 എണ്ണം വരുന്നുണ്ട്. അതിലൊന്ന് പ്രിഡോമിനന്റ്ലി ഹൈപ്പർ ആക്റ്റീവ് ഓർ ഇംപൾസീവ്. ഇവർക്ക് ചിലപ്പോൾ ശ്രദ്ധാവൈകല്യം ഉണ്ടാവില്ല, പക്ഷെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ എടുത്തുചാട്ടം ഇംപൾസീവ് ആയിരിക്കും. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് ഇതിന്റെ കമ്പൈൻഡ് ടൈപ്പാണ്. അതായത് ഇൻഅറ്റൻഷനും ഉണ്ടാകും, ഹൈപ്പർ ആക്ടിവിറ്റിയും ഉണ്ടാകും, അതർവൈസ് ഇമ്പൾസിവിറ്റിയും ഉണ്ടാകും. ഇങ്ങനെ ഇതിന്റെ കമ്പൈൻഡ് ടൈപ്പ്, ഇങ്ങനെ 3 തരം ADHD ആണ്. ശരിക്കും ടൈപ്സ് ഓഫ് ADHD 3 തരമാണ് വരുന്നത്. ഇനി ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാന്ന് നോക്കാം. നോർമലി നമ്മളൊരു ADHD അല്ലെങ്കിൽ SLD അല്ലെങ്കിൽ ASD കുറിച്ചൊക്കെ ഒരു പബ്ലിക് ക്ലാസ് കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു 2 ദിവസത്തേക്ക് ഫോണിന് റെസ്റ്റ് ഉണ്ടാവില്ല. ആളുകൾ ഇങ്ങനെ വിളിച്ചിട്ട് പറയും, മാഡം ഇന്നലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തു, ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ADHD ഉണ്ട്, എനിക്ക് SLD ഉണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ ലൈഫിൽ സക്സസ്ഫുൾ ആവാഞ്ഞതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തൽ കേട്ടിട്ടുണ്ട് എന്നൊക്കെ. വെറുതെയാണ്. ഞാനിപ്പോ പറയുന്ന സിംറ്റംസിൽ 6 എണ്ണമെങ്കിലും നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ സൈക്കോളജിസ്റ്റിനെ കാണാവൂ. ഇനി പറയാൻ പോകുന്ന സിംറ്റംസിൽ 6 എണ്ണമെങ്കിലും പക്കയായിട്ട് നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ സൈക്കോളജിസ്റ്റിനെ കാണേണ്ടതുള്ളൂ. ഇതിൽ പറയുന്ന സിംറ്റംസിൽ 1-2 എണ്ണമൊക്കെ എല്ലാവരിലും ഉണ്ടാവും. 6 എണ്ണം നിങ്ങൾ പക്കയായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ സൈക്കോളജിസ്റ്റിനെ കാണുക. അവിടെ നിന്ന് അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ADHD സിംറ്റംസില് അത് നമ്മളൊരു ഐസ്ബർഗിനോടാണ് ശരിക്കും ഉപമിക്കാറ്. ഐസ്ബർഗിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാലോ. അതായത് അതിന്റെ ടിപ്പ് കുറച്ച് ഭാഗം മാത്രമേ മുകളിലേക്ക് കാണുള്ളൂ, കൂടുതൽ ഭാഗവും താഴേക്കായിരിക്കും. അതുപോലെ തന്നെ ADHDയുടെ പുറമേ കാണുന്ന സിംറ്റംസ്, എക്സ്റ്റേണൽ സിംറ്റംസ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇന്റേണൽ സിംറ്റംസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നവർക്ക്, പുറമേ നിന്ന് കാണുന്നവർക്ക് ഇവർ പക്കയായിട്ട് തോന്നും, ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് തോന്നും. പക്ഷെ ഇന്റേണലി ഇവർ വളരെയധികം സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. എന്തൊക്കെയാണ് എക്സ്റ്റേണൽ സിംറ്റംസ് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് കുട്ടികളിൽ ഫിഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ അസ്വസ്ഥത കാണിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും, പ്രത്യേകിച്ച് ഇരുന്ന് ചെയ്യേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ
സ്ക്രിമ്മിങ്, അതായത് ഞെരിപിരി കൊള്ളാം. അതാണ് പഠിക്കാനിരിക്കുമ്പോ അടങ്ങിയിരിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി എപ്പോഴും പാരന്റ്സിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. എപ്പോഴും ഇങ്ങനെ കഴിഞ്ഞില്ലേ, കഴിയാറായില്ലേ, മതി, എനിക്ക് കണ്ണ് വേനിക്കുന്നുണ്ട്, എനിക്ക് കാല് വേനിക്കുന്നുണ്ട്, എനിക്ക് ഉറക്കം വരുന്നു, ഇതാണ് അസ്വസ്ഥതയിൽ അവർ പറയാം. സ്കിമ്മിങ്ങിൽ ഇവരിങ്ങനെ ഞെരിപിരി കൊള്ളും. നമുക്ക് മനസ്സിലാവും, എവിഡന്റ്ലി നമുക്ക് മനസ്സിലാവും. സ്കിമ്മിങ് വൈൽ സീറ്റഡ്, ഇരിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ഇവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവുക. ടാപ്പിംഗ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ആൻഡ് അതർ ഫോംസ് ഓഫ് സ്റ്റിമ്മിങ്, ഇവരിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും, എപ്പോഴും കൊട്ടും, അല്ലെങ്കിൽ കാലുകൊണ്ട് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇരിക്കേണ്ടി വരുമ്പോഴാണ് ഇത് കൂടുതൽ, അല്ലെങ്കിൽ അടങ്ങിയിരിക്കേണ്ടി വരുമ്പോഴാണ് ഈ സിംറ്റംസ് കൂടുതലായിട്ട് കാണുക. അതുപോലെ സ്റ്റിമ്മിങ് എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആക്ഷൻ ഓർ വേർഡ്സ് ആണ്. ഒരേ കാര്യത്തിന് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മളെ ഇങ്ങനെ നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. ഇവർ പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് മൂവിങ് ഓൾ ദ ടൈം, എപ്പോഴും ഇങ്ങനെ കാലിൽ മോട്ടോർ പിടിപ്പിച്ച പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടേ നടക്കും. ടീച്ചേഴ്സ് പറയാം ഈ പരാതി എപ്പോഴും, അതായത് ഒരിടത്ത് ഇരുത്തിയാൽ ഇത് ഇരിക്കില്ല, എപ്പോഴും ഈ സീറ്റിൽ നിന്ന് ആ സീറ്റിലേക്ക്, ആ സീറ്റിൽ നിന്ന് ഈ സീറ്റിലേക്ക് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കും. പലതവണ സീറ്റ് മാറ്റി നോക്കി, എന്നിട്ടും ഒരു കാര്യമില്ല. ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ, അതായത് ഒരു ഇൻഅപ്രോപ്രിയേറ്റ് സിറ്റുവേഷനിലും നീങ്ങും. അവർക്കത് ആലോചിക്കാനാവില്ല. ഇപ്പൊ ഞാൻ നീങ്ങാൻ പാടില്ല, എണീക്കാൻ പാടില്ല എന്നുള്ളത് ആലോചിക്കാൻ പറ്റില്ല അവർക്ക്. ഇവർക്ക് ബ്ലോട്ടിംഗ് ഔട്ട് ആൻസേഴ്സ് ആൻഡ് കംപ്ലീറ്റിംഗ് അതർ പീപ്പിൾസ് സെന്റൻസസ്, ചോദ്യം ചോദിച്ച് മുഴുവനാക്കണേക്കാളും മുന്നേ ഉത്തരം പറയും. ഇവരെപ്പോഴും ചിന്തിക്കുന്നതിന് മുൻപ് പ്രവർത്തിക്കും. അത് അവരുടെ തലച്ചോറിന്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. കംപ്ലീറ്റിംഗ് അതർ പീപ്പിൾസ് സെന്റൻസസ്, മറ്റുള്ളവർ പറഞ്ഞു തുടങ്ങുമ്പോൾ അതിന് ബാക്കി ഇവർ പറഞ്ഞ് കംപ്ലീറ്റ് ആക്കും. ഇന്ററപ്റ്റിംഗ് അതേഴ്സ്, ഇത് ഇവരുടെ റിലേഷൻസിൽ എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാക്കും. അതായത് ആരെയും ഇവര് ഒരു കാര്യവും കംപ്ലീറ്റ്ലി ചെയ്യാൻ സമ്മതിക്കില്ല. ഇവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും ഇങ്ങനെ തൊട്ട് വിളിച്ച്, ഇപ്പൊ പ്രത്യേകിച്ച് കപ്പിൾ കൗൺസിലിംഗ് ഒക്കെ വരുമ്പോ പാർട്ട്നേഴ്സ് പറയുന്നതാണ്, ഞാൻ ഉറങ്ങുമ്പോ ഇവള് സ്വസ്ഥത ഇല്ല, തോണ്ടി വിളിക്കും, അതല്ലേ ഇതല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോഴും മറ്റുള്ളവരെ. അവരുടെ ഊഴം കാത്തു നിൽക്കാൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വെയിറ്റ് ചെയ്യൂ, ഒരു ക്യൂവിൽ നിന്നിട്ട് അവരുടെ ഊഴം കാത്തു നിൽക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇൻക്ലൂഡിങ് ഇൻ അതർ പീപ്പിൾസ് കോൺവെർസേഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ്, മറ്റുള്ളവർ ചെയ്യുന്ന അവരുടെ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് കയറും. ഞാൻ ചെയ്യാം, ഞാൻ ചെയ്തു തരാം, അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ. ഒരു അയാൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, അത് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് എനിക്ക് ചോദിക്കാം എന്നുള്ളൊരു ക്ഷമ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ദെൻ ടോക്കിംഗ് എക്സസീവ്ലി, ഒരുപാട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നവർ, എപ്പോഴും വായാടികൾ എന്നൊക്കെ നമ്മൾ പണ്ട് പറയില്ലേ, നിർത്താതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും. പലപ്പോഴും അത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിരിക്കും, ആ സന്ദർഭത്തിന് യോജിക്കാത്ത തരത്തിലുള്ള സംസാരമായിരിക്കും ഇവര്. മറ്റൊന്ന്, ഇവർക്ക് ഫിഗർ ഗ്രൗണ്ട് ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്തതുകൊണ്ട് ശ്രദ്ധ ഇങ്ങനെ ടിക് 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 എന്ന് പാടിക്കൊണ്ടിരിക്കും. അതായത് ബ്രെയിൻ ഒരുപാട് ഇൻഫോർമേഷൻസ് കൊടുക്കുകയാണ്, അപ്പൊ ഒന്നിൽ നിന്നും ഇങ്ങനെ ഇങ്ങനെ പാറിക്കൊണ്ട് നിൽക്കും. പക്ഷെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോയിട്ട് അവിടെ തിരിച്ചിങ്ങോട്ട് വരല് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവിടെ നിന്ന് മറ്റൊന്നിലേക്കായിരിക്കും ഇവർക്ക് പോയിക്കൊണ്ടിരിക്കുക. മറ്റൊന്ന്, ലെഫ്റ്റ് റൈറ്റ് അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഡയറക്ഷൻസ് അറിയാൻ ഒരു പ്രശ്നം ഉണ്ടാവും അവർക്ക്. ദെൻ പോകുന്ന വഴികൾ അറിയാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. മുകളിൽ താഴെ ഇത് ഒരു പ്രശ്നം ഉണ്ടാവും അവർക്ക്. ഗ്യാപ്പുകൾ, അതായത് മീൻസ് ഇപ്പൊ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ, ഈ സ്ഥലത്ത് വണ്ടി കൊള്ളുമോ, ഇത് അവർക്ക് കിട്ടില്ല. ഈ സ്ഥലത്ത് വണ്ടി കിട്ടും, അതുപോലെ ആ കാൽക്കുലേഷൻ കറക്റ്റ് ആയിട്ട് അവർക്ക് വരില്ല. ഡിസ്റ്റൻസിന്റെ കാൽക്കുലേഷൻ വരില്ല, ടൈമിന്റെ കാൽക്കുലേഷൻ വരില്ല. അതുപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് കാണുന്ന ആളുകളെ അല്ലാണ്ട്, ഈ സിംറ്റംസ് എല്ലാവരിലും എല്ലാ സിംറ്റംസും ഉണ്ടായിക്കൊള്ളുന്നില്ല കേട്ടോ. ഫ്രീക്വന്റ് ആയിട്ട് കാണുന്ന ആളുകളെ അല്ലാതെ ഇടയ്ക്കൊക്കെ കണ്ടുപോകുന്ന ആളുകളെ അവർക്ക് പെട്ടെന്ന് ഓർക്കാനാവില്ല, അവരുടെ പേരുകൾ ഓർക്കാനാവില്ല, അവരുടെ റിലേഷൻ എങ്ങനെയാണ് അവരെന്നോട് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കാൻ ചിലപ്പോൾ അവർക്കാവില്ല. ഈ സിംറ്റംസ് ഒക്കെ സ്പെക്ട്രം അനുസരിച്ച് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. 4 സ്പെക്ട്രമാണ് ഉള്ളത്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആൻഡ് പ്രൊഫൗണ്ട്. ഇങ്ങനെ
4 സ്പെക്ട്രമാണുള്ളത്. ഇതിൽ മൈൽഡ്, മോഡറേറ്റ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ സിവിയറും പ്രൊഫൗണ്ടും ആകുമ്പോൾ ഒക്കെ മെഡിക്കേഷൻസ് വേണ്ടി വരും. അവിടെ ലൈഫും ഒത്തിരി ബുദ്ധിമുട്ടിൽ തന്നെ ആയിരിക്കും. ദെൻ എക്സ്റ്റേണൽ സിംറ്റംസ് ഇൻ അഡൾട്ട്സ്, നമ്മൾ പുറമേ കാണുന്ന സിംറ്റംസ് ആണ് ഇപ്പൊ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഡിഫിക്കൽട്ടി ഇൻ റിമൈനിങ് ഫോക്കസ്ഡ്, അതായത് ഒരു മീറ്റിങ്ങില്, ഒരു സെമിനാറില്, ഒരു ക്ലാസ്സിലൊക്കെ കുറെ നേരം ഫോക്കസ് ചെയ്തിരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാല് ഇപ്പോ ഒരു ഇമ്പോർട്ടന്റ് ടാസ്ക് ആണ്, ഇത് ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ചെയ്ത് കിട്ടണം എന്ന് പറഞ്ഞാൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക്. മിസ്സിംഗ് ഡീറ്റെയിൽസ് ആൻഡ് മേക്കിംഗ് കെയർലെസ് മിസ്റ്റേക്സ്, അതായത് ഒരു കാര്യം കാണുമ്പോൾ അതിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഒരു മിസ്റ്റേക്ക്, അതിന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോ കുട്ടികള് എക്സാം എഴുതുമ്പോ ഒരു ക്വസ്റ്റ്യനും അതിന് സബ് ക്വസ്റ്റ്യൻസും ഉണ്ടെങ്കിൽ ഇവര് മെയിൻ ക്വസ്റ്റ്യൻ മാത്രമേ ഇവർക്ക് എഴുതാൻ പറ്റുള്ളൂ. സബ് ക്വസ്റ്റ്യൻസ് മിക്കവാറും ഇവർ വിട്ട് കളഞ്ഞിട്ടാവും വരിക. സബ് ക്വസ്റ്റ്യൻസ് ഇവർ കാണുകയില്ല, ഇവർ നോക്കുകയില്ല, അവർ അറ്റൻഡ് ചെയ്യുകയും ഇല്ല. ബിക്കോസ് അവർക്ക് ആ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഇവർ എപ്പോഴും മിസ് ചെയ്യും. ദെൻ മേക്കിംഗ് കെയർലെസ് മിസ്റ്റേക്സ്, ഇവരെ ചാബി വണ്ടിയുള്ളിൽ വെച്ച് മറക്കും. ഇനി ഇവര് ഫോർഗെറ്റ്ഫുൾ ആയിരിക്കും നന്നായിട്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയില്ലായ്മ ഇവരെ മെമ്മറീനെ അഫക്ട് ചെയ്യും ഇവരുടെ. അതുകൊണ്ട് തന്നെ ഒരു സാധനം വെക്കുമ്പോൾ അത് എവിടെ വെച്ചു, എങ്ങനെ വെച്ചു, അവിടെ വെക്കാമോ, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും ഇവരുടെ ശ്രദ്ധ പോവില്ല. അതുപോലെ ഓഫീസിലാണെങ്കിൽ ഫയൽസ് മിസ്സാക്കുമ്പോൾ ഇവര് ഇമ്പോർട്ടന്റ് നോട്ട്സ് മിസ് ചെയ്യും. ടീച്ചർമാര് പറയും, അതായത് മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ ടീച്ചർമാർ പറയും വർക്കിംഗ് കോളത്തിൽ കറക്റ്റ് ആയിട്ട് ചെയ്തിരുന്നു, അവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് എഴുതിയപ്പോ തെറ്റിച്ചു. ഇതാണ് കെയർലെസ് മിസ്റ്റേക്ക്. അല്ലെങ്കിൽ അഡീഷൻ ആണ് ചെയ്യേണ്ടത്, അവനറിയാം, പക്ഷെ അവൻ സബ്ട്രാക്ഷൻ ചെയ്തു. അവനറിയാം, അവൻ വേണമെന്ന് വെച്ചാൽ ചെയ്യാമായിരുന്നു എന്നാണ് ടീച്ചേഴ്സിന്റെ കമന്റ് എപ്പോഴും ഉണ്ടാവുക. പക്ഷെ ഇത് ADHD സിംറ്റം തന്നെയാണ്. ദെൻ ട്രബിൾ ലിസണിങ് ഇൻ കോൺവെർസേഷൻസ്, ഇതാണ് ഇവരുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എപ്പോഴും മോശമാക്കുന്ന ഒരു സിംറ്റമാണിത്. ട്രബിൾ ലിസണിങ് ഇൻ കോൺവെർസേഷൻസ്, മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാനോ കേട്ടിട്ട് അതിനനുസരിച്ച് അക്കോർഡിംഗ്ലി മറുപടി പറയാനോ സാധിക്കില്ല. ഒരു ലോങ് കോൺവെർസേഷൻ ഒരിക്കലും ഇവർക്ക് ശ്രദ്ധിക്കാനാവില്ല. കൺവെർസേഷന്റെ ഒരു ഫസ്റ്റ് 2-3 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും ഇവരുടെ അറ്റൻഷൻ മാറിപ്പോകും. അപ്പോ നോർമലി എന്താ കേൾക്കുന്ന പരാതി, ഞാൻ പറയുന്നൊന്നും കേൾക്കില്ല, ഞാൻ പറയുന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഇതാണ്. പക്ഷെ ഇവരുടെ ശ്രദ്ധ അക്കോർഡിംഗ്ലി ഒരു ഫസ്റ്റ് 2-3 മിനിറ്റ്സ് മാത്രമേ ശ്രദ്ധയെ പിടിച്ചു നിർത്താൻ അവർക്ക് പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഡിഫിക്കൽട്ടി ഇൻ ഓർഗനൈസിങ് ആൻഡ് പ്രയോറിറ്റൈസിങ് ടാസ്ക്, ഒന്ന് സാധനങ്ങളൊക്കെ അടുക്കി പറുക്കി ചിട്ടയോടെ വെക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മൾ അങ്ങനെ വെച്ചു കൊടുത്താൽ ഇവർക്ക് അവിടെ നിന്ന് സാധനങ്ങൾ എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇവരുടെ ഫോക്കസ് ഇങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് ഫോക്കസ് ആയിരിക്കും. അപ്പൊ സാധനങ്ങൾ പരന്ന് കിടക്കുമ്പോൾ മാത്രമേ അതിന് അവർക്ക് എടുക്കാനുള്ള ഒരു പറ്റുള്ളൂ, പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവർ തപ്പും, എവിടെ എന്നുള്ളത് തപ്പി നടക്കും. അപ്പൊ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനും അവർക്ക് പറ്റില്ല, ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചാൽ അവിടെ എടുക്കാനും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ദെൻ പ്രയോറിറ്റൈസിങ് ടാസ്ക്, ഇതും ഇവരുടെ റിലേഷനെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. ഇവർക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ എന്താ പറയാ, ഇവര് റിലേഷനിലായിരിക്കുമ്പോ ആ റിലേഷനിൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ആരെയാണ്? ഒരു ലവർ ഉണ്ടെങ്കിൽ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം വേറെ ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പൊ അതെപ്പോഴും പ്രശ്നമായിട്ട് മാറും. ഇപ്പൊ 3 സംഭവങ്ങൾ അവരുടെ മുമ്പിലേക്ക് വരുവാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏതാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അറ്റ് പ്രസന്റ് ഇപ്പൊ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഏതാ ചെയ്യേണ്ടത് എന്നിവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ലാക്കിംഗ് ടൈം മാനേജ്മെന്റ് സ്കിൽസ്, ടൈം മാനേജ്മെന്റ് ഇവർക്ക് പറ്റില്ല. അതായത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കാര്യം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം 8:30 എനിക്ക് ബസ് വരും, സ്കൂൾ ബസ് 8:30 വരും. അങ്ങനെയാണെങ്കിൽ എത്ര മണിക്ക് ഒരുങ്ങി തുടങ്ങണം, എത്ര മണിക്ക് ഒരുങ്ങി തുടങ്ങിയാൽ 8:30 ആകുമ്പോഴേക്കും പോകാൻ പറ്റും. നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്.
ഈ കാൽക്കുലേഷൻ ഇവർക്ക് ഒട്ടും പോസിബിൾ ആവില്ല. ഇവരെ സംബന്ധിച്ച് 1 മണിക്കൂറും 2 മണിക്കൂറും 3 മണിക്കൂറും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ 8:30 വണ്ടി വരട്ടെ, വേഗം റെഡി ആയിക്കോ എന്ന് പറഞ്ഞാൽ ഇവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവരിങ്ങനെ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ അങ്ങനെ ഇരിക്കും. കാരണം ഇനിയും സമയമുണ്ടല്ലോ, ഇനിയും സമയമുണ്ടല്ലോ, ഇനിയും സമയമുണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെന്റ് സ്കിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റില്ല. അതായത് നാളെ അസൈൻമെന്റ് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ നാളെ അല്ലേ, സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവരിപ്പൊ കളിച്ചുകൊണ്ടിരിക്കാൻ അതിലെങ്ങനെ അങ്ങ് മുഴുകിപ്പോവും. സമയമുണ്ടല്ലോ എന്നുള്ള തോട്ടിൽ ഇവർ നിൽക്കും. ഇതുകൊണ്ട് തന്നെ ഇവര് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അഡൾട്ട്സ് തിരിച്ചറിഞ്ഞാൽ ഒന്നുകിൽ ഇവർ അപ്പോയിന്റ്മെന്റിന് ഒരുപാട് മുൻപേ എത്തി അവിടെ ഇരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആയിട്ടാവും എത്തിച്ചേരുക. കാരണം ആ ടൈം കാൽക്കുലേഷൻ ഇവർക്ക് പോസിബിൾ ആവില്ല. ആൻഡ് ട്രബിൾ ഫോളോയിങ് ത്രൂ വിത്ത് ഇൻസ്ട്രക്ഷൻ ആൻഡ് കംപ്ലീറ്റിംഗ് ടാസ്ക്. അതായത് നമ്മളിങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അത് ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ്, എനിക്കതിന് കറക്റ്റ് എക്സാമ്പിൾ കിട്ടിയിട്ടില്ല കേട്ടോ സോഫർ. അതാണ് നിങ്ങൾക്ക് പറഞ്ഞു വരുന്നത്. മാത്രമല്ല ഞാൻ അക്കാഡമിക്കലിയാണ് ഇത് ക്ലാസ് എടുക്കാറ്, അപ്പൊ അവർക്കാണ് കുറച്ചും കൂടി ഇതാക്കാറ്. നമ്മൾ പറയാണ് ഇപ്പൊ കുളിക്കണം, അപ്പൊ കുളിക്കാൻ ആദ്യമായിട്ട് മേല് വെള്ളം ഒഴിക്കണം, സോപ്പ് തേക്കണം, തലയിൽ വെള്ളം ഒഴിക്കണം, അങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഇൻസ്ട്രക്ഷൻ കേട്ട് കഴിയുമ്പോഴേക്കും ഇവരുടെ ശ്രദ്ധ മാറിയിട്ടുണ്ടാവും. മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ഇവർ മിക്കവാറും കേൾക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇൻസ്ട്രക്ഷനെ ഫോളോ ചെയ്ത് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ അത്തരം ടാസ്കുകളിൽ ഇവര് ഫോക്കസ് ചെയ്യുമില്ല. ബിക്കോസ് കണ്ടിന്യൂസ് ഫോക്കസ്ഡ് വേണ്ട ഒരു ടാസ്കിലും ഇവർ നിൽക്കില്ല, ഇവരതിനെ അവോയ്ഡ് ചെയ്യും. കാരണം ഇവർക്ക് പറ്റാത്തതുകൊണ്ട് തന്നെ ഇവരതിനെ അവോയ്ഡ് ചെയ്യും. ദെൻ ഈ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇവര് സ്കൂളിൽ നിന്ന് പേന കളയും, പെൻസിൽ കളയും, ബുക്ക് കളയും, എല്ലാ ദിവസവും ഓരോന്ന് കളഞ്ഞിട്ടാ വരിക. എവിടെയെന്ന് ചോദിച്ചവർ പറയും ഞാൻ കണ്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അറിയില്ല. കാരണം ഇത് ഒരുപക്ഷെ വീഴുന്നത് ഇവർ കണ്ടിട്ടുണ്ടാവും. സ്പെക്ട്രം പ്രൊഫൗണ്ട് ഒക്കെ ആണെങ്കിൽ വീഴുന്നത് ഇവർ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അത് എടുക്കണമെന്നുള്ള ചിന്ത വരുമ്പോഴേക്കും ഇവരുടെ ശ്രദ്ധ മാറിപ്പോകും എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോ ഓഫീസിലാണെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഫയൽസ് മറക്കാം, കാറിന്റെ ചാവി എവിടെ വെച്ചെന്ന് അറിയാണ്ടിരിക്കുക, അതോ മറന്നു പോവാ, ഓഫീസിന്റെ കീ മറന്നു പോവാ, അല്ലെങ്കിൽ ചെക്ക് ബുക്ക് എവിടെ വെച്ചെന്ന് മറക്കുക, ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്സ് മറക്കുക. ഇത് ഇവര് ഫോർഗെറ്റ്ഫുൾ ആയിരിക്കും, ശ്രദ്ധയില്ലാത്തതുകൊണ്ട് തന്നെ. ദെൻ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ബൈ അൺറിലേറ്റഡ് സ്റ്റിമുലൈ. അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, തൊട്ടപ്പുറത്തൊരു ശബ്ദം ഉണ്ടായാലും നമ്മൾ നോക്കും, ഉടനെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും. പക്ഷെ ഇവരെ സംബന്ധിച്ച് അങ്ങോട്ട് നോക്കിയാൽ പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരൽ ഇവർക്ക് പോസിബിൾ ആവില്ല. ഇത് രണ്ടുമാണ്. ഇത് അഡൾട്ട്സിന്റെ എക്സ്റ്റേണൽ സിംറ്റംസും കുട്ടികളിൽ ഉണ്ടാകുന്ന എക്സ്റ്റേണൽ സിംറ്റംസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് നമ്മൾ നോക്കുന്നത് ഇൻവിസിബിൾ ആൻഡ് ഇന്റേണൽ സിംറ്റംസ് ഓഫ് ADHD ആണ്. ഇന്റേണൽ സിംറ്റംസ് ആക്ച്വലി പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 5 വയസ്സ് കഴിഞ്ഞതിന് ശേഷമേ ADHD SLD ഒക്കെ ഡയഗ്നോസ് ചെയ്യാവൂ, ടെസ്റ്റുകൾ ചെയ്യാവൂ എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ 3 വയസ്സ് തൊട്ട് തന്നെ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് റെമഡിയേഷൻ, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് 5 വയസ്സ് തുടങ്ങിയാണ്. 5 വയസ്സ് തുടങ്ങി നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് റെമഡിയേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 95% എങ്കിലും നമുക്ക് ഇവരെ ബ്യൂട്ടിഫുള്ളി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലേക്ക് ആക്കാം. പക്ഷെ നമ്മളിത് തിരിച്ചറിയപ്പെടാതെ ഇവരുടെ മടിയായിട്ട്, കുറുമ്പായിട്ട്, വികൃതിയായിട്ട്, അഹങ്കാരമായിട്ടൊക്കെ കരുതി തിരിച്ചറിയാതെ ഇവര് മുതിർന്ന വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പുറമെ എക്സ്റ്റേണൽ സിംറ്റംസ് വിഡ്രോ ചെയ്യും. മുതിർന്ന കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടിയിട്ട് പാരന്റ്സ് വരുമ്പോൾ നമ്മള് ADHDയുടെ സിംറ്റംസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി എടുക്കുമ്പോൾ പാരന്റ്സിനോട് ചോദിക്കും, ചെറുപ്പത്തില് പെൻസിലൊക്കെ കളയായിരുന്നോ, ഒരുപാട് സംസാരിക്കുമായിരുന്നോ, ഓടി നടക്കായിരുന്നോ, കാലിൽ മോട്ടർ പിടിപ്പിച്ച പോലെ ഓടുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പാരന്റ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്,
ഇതൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. ഇപ്പോ അതങ്ങനെ കാണുന്നില്ല എന്നുള്ളത്. ഇപ്പൊ കാണുന്നില്ല എന്നുള്ളതിന്റെ അർത്ഥം അത് മാറിയെന്നല്ല, അത് മറ്റൊരു ഫോമിലേക്ക് ഉൾവലിഞ്ഞു എന്നുള്ളതാണ്. അല്ലാതെ അത് മാറിയെന്ന് അതിന് അർത്ഥമില്ല. സോ എക്സ്റ്റേണൽ സിംറ്റംസിനെയാണ് നമുക്ക് എപ്പോഴും ട്രീറ്റ് ചെയ്യാൻ എളുപ്പം. ഇന്റേണൽ സിംറ്റംസ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി കോംപ്ലക്സ് ആവും. മാത്രമല്ല അത് മറ്റു പല ഡിസോർഡറുകളിലേക്ക് മാറുന്നതുകൊണ്ട് തന്നെ അതിന്റെ സിംറ്റംസും ഇതിനെ മാസ്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഡയഗ്നോസിസ് ബുദ്ധിമുട്ടാവും, ട്രീറ്റ്മെന്റും ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ ഇന്റേണൽ സിംറ്റംസ് ഓഫ് ADHD ഉള്ള അഡൾട്ട്സിനെ കാണുമ്പോൾ പുറമെ നിന്ന് ഗാലറിയിൽ കളി കാണുന്ന ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല. അവരെ നോക്കുമ്പോൾ പെർഫെക്റ്റ് ആണ്. പക്ഷെ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പുവർ ഇമോഷണൽ റെഗുലേഷൻ ആണ്. ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത്തരം കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ വരുമ്പോൾ ആദ്യം പറയുക ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, മറ്റൊന്ന് സങ്കടം, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും വല്ലാത്ത സങ്കടം വരുന്നു എന്നുള്ളതാണ് ഇവർ പറയാം. ഇവരുടെ ഇമോഷണൽ റെഗുലേഷൻ വല്ലാതെ മച്ച് അഫക്റ്റഡ് ആവും നമ്മളത് റെമഡിയേറ്റ് ചെയ്യാതെ വിട്ടുകഴിഞ്ഞാല്. അതുപോലെ തന്നെ ടൈം ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. ടൈം ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ടൈം മാനേജ്മെന്റ് പ്രോബ്ലം ഉണ്ടാവുമെന്ന്. അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ നെക്സ്റ്റ് വേർഷൻ ആണ് ടൈം ബ്ലൈൻഡ്നെസ് പറയാം. ടൈം ബ്ലൈൻഡ്നെസ് എന്ന് പറയുമ്പോൾ അതായത് ഒന്ന്, നിങ്ങൾക്കുണ്ടാവും അങ്ങനത്തെ സുഹൃത്തുക്കൾ ഉണ്ടാവും. നിങ്ങളൊരു സുഹൃത്തിനോട് പറയാണ്, എടാ നാളെ രാവിലെ 8 മണിക്ക് നമുക്ക് തൃശ്ശൂർ പോകണം എന്ന് പറയാണ്. അവൻ ഓക്കെ പറയുകയും ചെയ്യും. പക്ഷെ നിങ്ങളവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടാവുക 7 മണിക്ക് മറ്റൊരാൾ വന്നു, അയാളുടെ കൂടെ എറണാകുളത്തേക്ക് പോയിരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? 7 മണിക്ക് എറണാകുളത്തേക്ക് പോയിട്ട് 8 മണിയാകുമ്പോഴേക്കും എനിക്ക് തിരിച്ചു വന്ന് തൃശ്ശൂർക്ക് പോകാൻ പറ്റില്ല എന്നുള്ള ആ കാൽക്കുലേഷൻ അത് ഉള്ളിലേക്ക് വരില്ല. മനസ്സിലായോ? അതായത് എനിക്ക് 8 മണിക്ക് തൃശ്ശൂർ പോകേണ്ടതാണ്. അപ്പൊ ഞാൻ 7 മണിക്ക് തന്നെ എറണാകുളത്തേക്ക് പോയിട്ട് അപ്പൊ തിരിച്ചു വന്നിട്ട് പിന്നെ തൃശ്ശൂർക്ക് എനിക്ക് പോകാൻ പറ്റില്ല. ആ ടൈം കാൽക്കുലേഷൻ അവർക്ക് കിട്ടില്ല. സോ ആരാണോ ആദ്യം വരുന്നത് അതാണ്. ബിക്കോസ് പ്രയോറിറ്റൈസ് ചെയ്യാനും ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ആരാണോ ആദ്യം വരുന്നത് അവരിവിടെ പോകും. മറ്റൊന്ന്, ഈ ടൈം മാനേജ്മെന്റ് അറിയാത്തതുകൊണ്ട് തന്നെ ഇവർ മറ്റൊരു കാര്യം ചെയ്യും. ഓഫീസിൽ നാളെ ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ടാവും. അപ്പോഴായിരിക്കും ഹസ്ബൻഡ് വിളിച്ചു പറയാം എന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പൊ അവർ ഓക്കെ പറയും. അപ്പൊ മറ്റേതിന് ഫ്രണ്ട് വിളിച്ചു പറയും നാളെ എന്റെ മകന്റെ ബർത്ത്ഡേ ആണ്, നീ ഒരു കേക്ക് ഉണ്ടാക്കി തരണേ എന്ന് പറയും. അപ്പൊ അതും ഓക്കെ പറയും. അപ്പൊ ഇതിനെല്ലാം ഇതിന്റെ എത്ര ടൈം എടുക്കും, ഇതെല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവയർനെസ് ഇവരിൽ ഉണ്ടാവില്ല. മാത്രല്ല ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ അല്ല അവർക്ക്. ഡിസിഷൻ പാരാലിസിസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്നതെല്ലാം ഓക്കെ 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോവാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇത്ര സമയം എടുക്കും, അതുകൊണ്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനുള്ളൊരു ഡിസിഷൻ മേക്കിംഗ്, ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഡിസിഷൻ എടുക്കാനും ഇവർക്ക് പറ്റില്ല. മാത്രമല്ല നമ്മൾ ഒരു കാര്യം ഡിസൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുമല്ലോ. നമ്മുടെ മുമ്പിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരും. പക്ഷെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ബ്രെയിൻ അത് കറക്റ്റായിട്ട് പ്രോസസ് ചെയ്യില്ല. ഇവർ ഇറിറ്റേറ്റഡ് ആവും. അതുകൊണ്ട് കറക്റ്റ് ഡിസിഷന് ഇവർക്ക് എപ്പോഴും മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരും. ദെൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി ബോത്ത് മെന്റലി ഇമോഷണലി ഉണ്ടാവും ആൻഡ് ഫിസിക്കലി ഉണ്ടാവും. ഇമോഷണലി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതിയാവും ഇവർക്ക് സങ്കടപ്പെടാനും ദേഷ്യപ്പെടാനും. ചിലപ്പോൾ നമ്മൾ അറിയാതെ പോഴവട്ട എന്ന് വിളിച്ചത് മതിയാവും അന്നത്തെ ദിവസം മുഴുവൻ അവര് ദേഷ്യത്തിലും സങ്കടത്തിലും ആയിരിക്കാൻ. അത് വലിയ പ്രശ്നമല്ല എന്ന് അവർക്കും അറിയാം, പക്ഷെ അവർക്ക് അതിന് പുറത്തേക്ക് വരാൻ പറ്റില്ല. അതാണ് ഇമോഷണൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ദെൻ ഫിസിക്കൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് ടാക്ടൈൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. ടാക്ടൈൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി നിങ്ങൾക്ക് കുഞ്ഞുങ്ങളിൽ നിന്ന് ഇതിന്റെ റെഡ് സിഗ്നൽസ് കിട്ടും. അതായത് നിങ്ങൾ പതുക്കെ നിങ്ങൾ ടച്ച് ചെയ്യുമ്പോഴേക്കും എനിക്ക് വേദനിച്ചു, അല്ലെങ്കിൽ അനിയനോ അനിയത്തിയോ ചേട്ടനോ ചേച്ചിയോ പതുക്കെ നടിക്കുമ്പോഴേക്കും വലിയ വായിൽ കരയുന്നുണ്ട്,
എന്റെ കയ്യോ കാലോ എവിടെയെങ്കിലും അറിയാതെ ചെറുതായിട്ട് തട്ടുമ്പോഴേക്കും എനിക്ക് വല്ലാതെ വേദനിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടോ എന്ന് സംശയിക്കാനുള്ള സിംറ്റം തന്നെയാണ്. മറ്റൊന്ന്, ഇവർക്ക് ചില പ്രത്യേകതരം വസ്ത്രങ്ങൾ, ചില പ്രത്യേക മെറ്റീരിയലിലുള്ള വസ്ത്രങ്ങളൊക്കെ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത്തരം കുഞ്ഞുങ്ങൾക്ക് അണ്ടർ ഗാർമെന്റ്സ് ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥത കാണിക്കും. ഇതാണ് ടാക്ടൈൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ടാക്ടൈൽ ടച്ച് ആണ്. ടാക്ടൈൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ സിംറ്റംസ് ഇതാണ്. മറ്റൊന്ന് ഓഡിറ്ററി ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ്. ഓഡിറ്ററി ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെയും റെഡ് സിഗ്നൽസ് എനിക്ക് ചെറുപ്പത്തിൽ നിന്ന് കിട്ടും. അതായത് കുക്കറിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അലറിക്കരയുക, അതുപോലെ വെടിക്കെട്ട്, നാദസ്വരം, പഞ്ചാരി മേളം, അങ്ങനെ ഒരുപാട് ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുമ്പോൾ അലറിക്കരയുക. പിന്നെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണമില്ലാതെ അലറിക്കരയുക. ഇതൊക്കെ ഓഡിറ്ററി ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉള്ളതിന്റെ ലക്ഷണങ്ങളാണ്. ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് നമ്മുടെയൊക്കെ ബ്രെയിൻ ആവശ്യമുള്ളതിനെ മാത്രം എടുത്തിട്ട് ആവശ്യമുള്ള ബാക്കിയുള്ള ഫിൽറ്റർ ചെയ്ത് കളഞ്ഞിട്ട് പ്രോസസ് ചെയ്തിട്ട് ആവശ്യമുള്ളതിന് മാത്രം സിഗ്നൽസ് നമ്മുടെ ബോഡിയിലേക്ക് അയക്കുന്നേ. പക്ഷെ ഇവർക്ക് അത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഓവർലോഡഡ് സിഗ്നൽസ് വരും ബോഡിയിലേക്ക്. ശരിക്കും ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും എന്നറിയോ? എക്സ്പ്രസ് ഹൈവേയുടെ നടുവിൽ നമ്മൾ പെടുന്നു. വാഹനങ്ങൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരുന്നു, നമുക്കൊന്നും ചെയ്യാനാവാത്തൊരവസ്ഥ ഇല്ലേ? ആ അവസ്ഥയാണ് ഇവർക്ക് ഫീൽ ചെയ്യുക. ഒരു ഹൈവേയിൽ തലങ്ങും വിലങ്ങും വണ്ടികൾ വരുമ്പോ അതിന്റെ നടുവില് നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഈ ഓഡിറ്ററി ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ ആളുകള് അനുഭവിക്കാം. ശരിക്കും എന്താ സംഭവിക്കുന്നത്, എന്തിനാണ് ഈ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവില്ല. മറ്റൊന്ന് വെസ്റ്റിബുലാർ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. അതായത് എന്താ പറയാ, നമ്മളിപ്പോ ഊഞ്ഞാലാടുമ്പോ ഭയങ്കരമായ പേടി, ഹൈറ്റിലേക്ക് കയറുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന പോലെ തന്നെ ഓവർ സ്പീഡിൽ ഒരു വണ്ടി ഓടിക്കും. ആ സ്പീഡ് കൂടുന്നതും ഇവർക്ക് അറിയാൻ പറ്റില്ല. ഒരുപാട് സ്പീഡിൽ പോകുന്നതും, ഒരുപാട് നേരം ഊഞ്ഞാലാടുക, ഒരുപാട് ഹൈറ്റിലേക്ക് കയറുക, അപ്പോഴും അതും ഇതിന്റെ ഡിഫറൻസ് അറിയാൻ പറ്റാത്തതും ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇതിലേക്ക് കടക്കാനുള്ള പേടിയും, ഇത് രണ്ടും ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. ദെൻ ഓഫ് കോഴ്സ് ഇവർക്ക് ലോ സെൽഫ് എസ്റ്റീം ആണ് ഉണ്ടാവുക. ലോ സെൽഫ് എസ്റ്റീം എന്ന് പറയുമ്പോൾ ഇവർക്ക് അറിയാം, മുതിർന്നൊക്കെ വരുമ്പോൾ ഇവർക്ക് അറിയാം ഞാൻ ചെയ്യുന്നത് ഒന്നും ശരിയാകുന്നില്ല എന്ന്. കാരണം ഒരു കാര്യം ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല, ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, അറ്റൻഷൻ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല, കോൺസെൻട്രേഷനും അറ്റൻഷനും ഇല്ലാത്തത് കൊണ്ട് തന്നെ മെമ്മറി അഫക്റ്റഡ് ആയിരിക്കും. ഇങ്ങനെ ഒരു കാര്യവും നേരെ ചൊവ്വ ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക് തന്നെ മനസ്സിലാവും. അതിന്റെ കൂടെ പാരന്റ്സും ടീച്ചേഴ്സും പിന്നെ സമൂഹവും ഇവരെ കുറ്റപ്പെടുത്തും. അതായത് എന്താ പറയാ, മടിയാണ്, അഹങ്കാരമാണ്, ചെയ്യാൻ ശ്രമിക്കാഞ്ഞിട്ടാണ്, ചോരത്തിളപ്പാണ്, അതുപോലെ തന്നെ എന്താ പറയാ, ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്, സൗകര്യങ്ങൾ കൂടിപ്പോയിട്ടാണ്, ഇങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഇത്തരം കുഞ്ഞുങ്ങൾ കേൾക്കേണ്ടി വരും. കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും ഡെഫിനറ്റ്ലി അത് അവർക്ക് ലോ സെൽഫ് എസ്റ്റീമിലേക്കും സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയിലേക്കും ഒക്കെ നയിക്കും. പണ്ട് ജുവനൈൽ ഹോമുകളിൽ ക്ലാസ് എടുക്കാൻ പോകും. അവിടെ കുറ്റവാളികളായിട്ട് എത്തുന്ന 80% കുഞ്ഞുങ്ങളിലും പിന്നെ അവർ മുതിരുമ്പോഴും ഈ ADHD പോലെയുള്ള SLP പോലെയുള്ള സിംറ്റംസ് കാണാറുണ്ട് എന്നുള്ളതാണ് സത്യം. പലപ്പോഴും അവർ ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് കാണണമല്ലോ, നമ്മൾ ഒന്നും കാത്തു നിൽക്കാൻ ക്ഷമയില്ലാത്ത, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്, കത്തിയെടുക്കുന്നത്, കുത്തുന്നത് ഒക്കെ കാണുന്നില്ലേ? ഇതൊക്കെ പലപ്പോഴും അതിന്റെ ഒരു ബേസ് ഇതാവാനുള്ള സാധ്യത 100% തന്നെയാണ്. മുതിരും തോറും ഇവർക്ക് സ്ലീപ്പ് പ്രോബ്ലംസ് ഉണ്ടാവും. അതായത് കൃത്യമായിട്ട് സ്ലീപ്പ് സൈക്കിൾസ് ഉണ്ടാവില്ല, സമയത്തിന് ഉറങ്ങാനാവില്ല, ഉറങ്ങിയാൽ തന്നെ ഇടയ്ക്ക് എഴുന്നേൽക്കും, ഒരുപാട് ദുസ്വപ്നങ്ങൾ കണ്ട് ഇവർ ചാടി എഴുന്നേൽക്കും, ലൂസിഡ് ഡ്രീംസ് ഉണ്ടാവും. ഇപ്പൊ രാവിലെ ഇപ്പൊ എത്ര വൈകി കിടന്നാലും രാവിലെ നേരത്തെ എണീക്കും,
അപ്പൊ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഇവരുടെ ഡേ ടു ഡേ റുട്ടീൻ പ്രശ്നമാവും. അല്ലെങ്കിലും എല്ലാ ദിവസവും ഇപ്പൊ പാരന്റ്സ് പറയും, ഇന്ന് കുളിക്കാൻ പറഞ്ഞാൽ ഇന്ന് കുളിക്കും, നാളെ കുളിക്കണമെങ്കിൽ നാളെ പറയണം. ഈ കുളിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ കൊണ്ടുവരണമെന്ന് ഇന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്യും, നാളെ ചെയ്യണമെങ്കിൽ നാളെ പറയണം. അത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഡേ ടു ഡേ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു കാര്യം ഇവരുടെ ബ്രെയിനിലേക്ക് ഒരിക്കലും വരില്ല. അത് അവർ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതല്ല. ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് തീർച്ചയായിട്ടും അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ADHD കോമോർബിഡ് ആയിട്ട് ഉണ്ടാകുന്ന മറ്റ് മാനസിക അസ്വസ്ഥതകളാണ് ആൻസൈറ്റി, ഡിപ്രഷൻ, മൂഡ് ഡിസോർഡേഴ്സ്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ദെൻ വീക്കർ എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ്. വീക്കർ എക്സിക്യൂട്ടീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, റാഷണൽ ആയിട്ട് ചിന്തിക്കാൻ പറ്റില്ല. പലപ്പോഴും ഇവരുടെ ചിന്തകൾ പലപ്പോഴും ഇറാഷണൽ ആയിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഒന്നും ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റില്ല. ഫോക്കസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടാസ്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ചെറുപ്പത്തില് നമ്മൾ ഈ സിംറ്റംസ് കണ്ടെത്താതെ മുതിർന്നതോറും ഇവര് ഈ ADHDയുടെ എക്സ്റ്റേണൽ സിംറ്റംസിനെ ഉള്ളിലേക്ക് വിത്ഡ്രോ ചെയ്യും. മാത്രമല്ല ബോഡി ഒരു കോപ്പിംഗ് മെക്കാനിസത്തിലേക്ക് പോകും. അതായത് എനിക്ക് ഓർമ്മയില്ല, അപ്പൊ എന്താ പറയാ, ഓർമ്മ വെക്കേണ്ട കാര്യങ്ങളിൽ നിന്നൊക്കെ അവർ പതുക്കെ വിഡ്രോ ചെയ്യും. എനിക്ക് ഫോക്കസ് ഇല്ല, സോ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഇവർ വിഡ്രോ ചെയ്യും. എനിക്ക് മൾട്ടിപ്പിൾ ടാസ്കിങ് പറ്റില്ല, ബോഡി അത് പറയും, കോപ്പിംഗ് മെക്കാനിസം. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ ഇവർ അവോയ്ഡ് ചെയ്ത് തുടങ്ങും. പതുക്കെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള തോന്നൽ ഇവർ ആൻസൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കും മൂഡ് ഡിസോർഡറുകളിലേക്കും കൊണ്ടുപോകും. അവിടെ ആസ് എ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ അവർക്ക് ഡയഗ്നോസ് ചെയ്യുന്ന ചികിത്സിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരിക എന്താണെന്നറിയോ, ഈ ആൻസൈറ്റിയുടെയും ഡിപ്രഷന്റെയും ഒക്കെ സിംറ്റംസ് ADHD സിംറ്റംസിനെ മാസ്ക് ചെയ്യും. അപ്പൊ നമുക്ക് ADHD ആണോ ആൻസൈറ്റി ആണോ ഡിപ്രഷൻ ആണോ എന്ന് പലപ്പോഴും വേർതിരിച്ച് അറിയാനാവില്ല. അപ്പോൾ ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് ഇവർക്ക് കിട്ടുകയും ഇല്ല. അതുകൊണ്ടാണ് ഏർലി സ്റ്റേജിൽ തന്നെ ഡയഗ്നോസിസും റെമഡിയേഷനും നടക്കണമെന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ADHD ഉണ്ടാകുന്നത്? തലയുള്ളതാണോ, മടിയാണോ, സുഖം കൂടിപ്പോയിട്ടാണോ, സൗകര്യം കൂടിപ്പോയിട്ടാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ADHDക്ക് ബോത്ത് എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് റീസൺസ് ആർ ദർ. പുറമേ നിന്നുള്ള കാരണങ്ങളുണ്ട്, ശരീരത്തിന്റെ ഉള്ളിൽ നിന്നുള്ള കാരണങ്ങളുണ്ട്. അതില് പുറമേ നിന്നുള്ള കാരണങ്ങൾ, എക്സ്ട്രിൻസിക് റീസൺസ് എന്ന് പറയുന്നതിൽ ആദ്യത്തെ വില്ലനായിട്ട് വരുന്നത് ഹെറിഡിറ്റിയാണ്, പാരമ്പര്യം. അതായത് ADHD ഉള്ള ആളുടെ അച്ഛന്റെയോ അമ്മയുടെയോ കുടുംബത്തിൽ 7 തലമുറ മുമ്പ് ഉണ്ടായിരുന്ന ഒരാൾക്ക് ഈ പ്രോബ്ലം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ തലമുറയിലെ കുഞ്ഞിന്, പ്രത്യേകിച്ച് ആൺകുട്ടികളാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ, അതിന് മറ്റൊരു കാരണം പറയുന്നുണ്ട്. അത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതാണ്, പറയുന്നില്ല. അപ്പോ 7 തലമുറ മുമ്പുണ്ടായിരുന്ന ആളുകളിൽ ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോ ഈ തലമുറയിൽപ്പെട്ട കുഞ്ഞിനത് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ദെൻ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടില്ല, പെട്ടെന്ന് ഒരു ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായി, ഒരു ആക്സിഡന്റ് ഉണ്ടായി, ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായി, ഒരു ഫോൾ ഉണ്ടായി. അപ്പൊ ഒരു ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായാൽ ADHD ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ചൈൽഡ്ഹുഡിലെ കാര്യങ്ങളൊന്നും അതിലേക്ക് റിലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ദെൻ പ്രീമച്ചുർ ബർത്ത്, അതായത് മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളിൽ ADHD ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. മറ്റൊന്ന്, അമ്മയ്ക്ക് ഗർഭിണിയായിരുന്ന സമയത്ത് അമ്മയ്ക്ക് സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ, ആൽക്കഹോൾ എടുക്കുമെങ്കിൽ, അതുപോലെ അമ്മയ്ക്ക് മെന്റൽ ട്രോമാസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അമ്മ വീണിട്ടുണ്ടെങ്കിൽ, അതുപോലെ അമ്മയ്ക്ക് ക്രോണിക് ഡിസീസസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ADHD SLD ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. സ്മോക്കിംഗ്, പാസീവ് സ്മോക്കിംഗ് ആവാം. പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത് അച്ഛനടുത്ത് നിന്ന് സിഗരറ്റ് വലിച്ചാലും മതി എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ദെൻ
എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോ ഗൾഫിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങളിൽ ADHD കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിന് പ്രധാന കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഫ്ലാറ്റിൽ അടച്ചിട്ട് ജീവിക്കുന്നത്, പിന്നെ അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, എന്താ പറയാ, ഒരു ഔട്ടർ വേൾഡുമായിട്ട് കണക്ഷൻ ഇല്ലാത്തത്, ഇതൊക്കെ ഭയങ്കര എനർജി ആയിരിക്കും ഇവരുടെ ബോഡിയിലേക്ക്. അപ്പൊ ഈ എനർജിനെ വെന്റിലേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടാതെ ആവുന്നത് ADHDനെ എൻഹാൻസ് ചെയ്യും എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഇൻട്രിൻസിക് റീസൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ സ്ക്രീനിൽ 2 തരം ബ്രെയിൻ കാണുന്നുണ്ടാവും. ഇതില് ആദ്യം കാണുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രെയിൻ, മറ്റേ ബ്രെയിൻ ആണ് ADHD ബ്രെയിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതില് ഈ ബ്രെയിനേക്കാളും കുറച്ചുകൂടി ചെറുതാണ്. പ്രത്യേകിച്ച് ഈ ഫ്രണ്ട് ഭാഗം, ഫ്രോണ്ടൽ ആൻഡ് പാരിറ്റൽ കോർട്ടീസസ് എന്ന് പറയും നമ്മളതിനെ, ആ ഭാഗം ചെറുതാണ്. അതുപോലെ തന്നെ ഈ സെറിബെല്ലത്തിന്റെ ഭാഗം, ആ ഭാഗവും ഇവിടെ കുറച്ച് എന്താ പറയാ, നമ്മുടെ ഇതിൽ കാണുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മുടെ ബ്രെയിനിന് 4 ഭാഗങ്ങളാണുള്ളത്. ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത്, പാരിറ്റൽ ലോബ്, ഓസിപിറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്. ഇതിങ്ങനെ ബ്രെയിൻ, ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ ആയിട്ട് തിരിക്കുമ്പോൾ ഈ 2 സൈഡിലും ഉണ്ട് ഇത്. ഓക്കെ, ഇതില് ADHD എന്ന് പറയുന്ന ഈ അവസ്ഥ അഫക്ട് ചെയ്യുന്നത് ഫ്രോണ്ടൽ ലോബിനെയാണ്. മുൻവശം, തലച്ചോറിന്റെ മുൻവശത്തെയാണ് അഫക്ട് ചെയ്യുന്നത്. അഫക്ട് ചെയ്യും, അതായത് തല്ലുപൊളിത്തരമല്ല, സുഖം കൂടിയിട്ടല്ല, തെമ്മാടിത്തരമല്ല, ആവേശം കൂടുന്നതല്ല എന്നർത്ഥം. തലച്ചോറിന്റെ ഫ്രണ്ടൽ ലോബ് അഫക്റ്റഡ് ആവും. അതായത് നോർമൽ ഹെൽത്തി ബ്രെയിനേക്കാളും ഈ ADHD ഉള്ള SLD ഉള്ള കുഞ്ഞുങ്ങളുടെ ഫ്രോണ്ടൽ ലോബിലെ സെൽസ് പതുക്കെ ഡെവലപ്പ് ആവുകയുള്ളൂ. അതിന്റെ വോളിയം കുറവായിരിക്കും. മാത്രമല്ല സെൽസ് മറ്റതിന്റെ അത്ര ആക്റ്റീവ് ആയിരിക്കുകയില്ല. ഇപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രോണ്ടൽ ലോബ് ആണ് നമ്മളെ സഹായിക്കുന്നത്. ഇതിനൊക്കെ സഹായിക്കുന്നത് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫ്രോണ്ടൽ ലോബാണ്. റീസണിങ്ങിന്, കാര്യകാരണ സഹിതം ലോജിക്കലി ഒരു കാര്യത്തെ നോക്കിക്കാണാൻ നമ്മളെ സഹായിക്കുന്നത് ഫ്രോണ്ടൽ ലോബാണ്. പ്രോബ്ലം സോൾവിങ്ങിന് നമ്മളെ സഹായിക്കുന്നത് ഫ്രോണ്ടൽ ലോബാണ്. മൊറാലിറ്റി, അതായത് നമ്മൾ പറയും ഈ ഭയങ്കര തെറിപ്പാണ്, ഭയങ്കര കുരുത്തക്കേടാണെന്ന്. മൊറാലിറ്റി എന്ന് പറയുന്ന സംഭവം ഫ്രോണ്ടൽ ലോബിലാണുള്ളത്. ഇത് ഈ കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. ദെൻ നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ മാറിപ്പോകും. നമ്മൾ പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്യുന്നതും ഫ്രോണ്ടൽ ലോബിന് ഒരു പങ്കുണ്ട്. സോഷ്യൽ സ്കിൽസ്, മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപെടണം, അവരുടെ കാര്യങ്ങളിൽ എത്രത്തോളം ഇടപെടണം, എവിടെയൊക്കെ റെസ്ട്രിക്ഷൻസ് വെക്കണം, ഇതൊക്കെ ഫ്രോണ്ടൽ ലോബാണ് നമുക്ക് ആവശ്യമായ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്ത് തരുന്നത്. അപ്പോ നമ്മുടെ ഫ്രോണ്ടൽ ലോബ് ഹെൽത്തി ആയിട്ട് വിവരങ്ങൾ പ്രോസസ് ചെയ്ത് തരുന്നത് കൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുന്നത്. അത് നമ്മുടെ മിടുക്കല്ല. അവരുടെ ഫ്രോണ്ടൽ ലോബ് കറക്റ്റായിട്ട് വളർച്ചയെത്തുന്നില്ല, സെൽസ് കറക്റ്റായിട്ട് ആക്ടിവേറ്റഡ് അല്ല, നമ്മുടെ അത്രയും സെൽസ് ഇല്ല, അതുകൊണ്ട് തന്നെ ന്യൂറൽ കണക്ഷൻസ് ഇല്ല, അതുകൊണ്ട് കറക്റ്റായിട്ട് വിവരങ്ങൾ പ്രോസസ് ചെയ്ത് കിട്ടുന്നില്ല അവർക്ക്. അത് അവരുടെ മിടുക്ക് കുറവുമല്ല. അത് മനസ്സിലാക്കേണ്ടത്. അപ്പോ അവിടെ നമ്മളെ മോട്ടോർ ഫങ്ഷനിങ്, ലാംഗ്വേജ്, ഇതെല്ലാം മെമ്മറി, അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, ഇതൊക്കെ ഈ ഫ്രോണ്ടൽ ലോബിലാണുള്ളത്. അപ്പൊ ഈ ഭാഗമാണ് അഫക്റ്റഡ് ആകുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇത്തരം ആളുകൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതെന്നും മനസ്സിലാക്കാം. മറ്റൊന്ന്, നമുക്കറിയാം നമ്മുടെ ബ്രെയിൻ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ നെർവസ് സിസ്റ്റം വഴി, അതായത് പെരിഫറൽ നെർവസ് സിസ്റ്റം PNS, സെൻട്രൽ നെർവസ് സിസ്റ്റം CNS, ഇതുവഴിയൊക്കെ മെസ്സേജുകൾ റിസീവ് ചെയ്യുകയും അയക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നിടത്ത് ഇരിക്കാൻ പറ്റുന്നത്, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഭക്ഷണം വാരി കഴിക്കാൻ പറ്റുന്നത്, നമ്മൾ സാധനം നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നമ്മൾ വിചാരിക്കുന്നിടത്ത് വെക്കാൻ പറ്റുന്നത്. ഇതൊക്കെ ബ്രെയിൻ കറക്റ്റ് ആയിട്ട് മെസ്സേജ് ഓരോരോ അവയവങ്ങളിലേക്ക് തരുന്നത് കൊണ്ടാണെന്ന് നമുക്കറിയാം. അപ്പോ ഇതൊക്കെ നെർവ്സ് വഴി ഇലക്ട്രോ കെമിക്കൽ
മെസ്സേജസ് ഇങ്ങനെ പാസ് ചെയ്തിട്ട് വരികയാണ് നമുക്ക്. ഒരു കൂട്ടം നെർവ്, വേറൊരു കൂട്ടം നെർവ്, ഇങ്ങനെ 2 കൂട്ടം നെർവ്, ന്യൂറോൺസ് എന്നാ പറയാ. ഇതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പ് നമ്മൾ സിനാപ്സിസ് എന്നാ പറയാ കേട്ടോ. അതൊന്നും മനസ്സിൽ വെക്കണ്ട, ജസ്റ്റ് ഈ കൈയുടെ ആക്ഷൻ മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഒരു കൂട്ടം ന്യൂറോൺ, ഇവിടെ ഒരു കൂട്ടം ന്യൂറോൺ, ഇതിനിടയിൽ ഗ്യാപ്പ്. ഈ ഗ്യാപ്പിൽ നിന്നും മെസ്സേജുകൾ പാസ് ചെയ്യുന്ന ന്യൂറോ കെമിക്കൽസ് ഉണ്ട്. ഈ ന്യൂറോ കെമിക്കൽസിൽ പ്രധാനപ്പെട്ട 2 ആൾക്കാരാണ് ഡോപാമിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ആൾക്കാർ. നമുക്കറിയാം ഡോപാമിൻ എന്ന് പറയുന്ന ആള് സന്തോഷത്തിന്റെ ഹോർമോൺ എന്നറിയപ്പെടുന്ന ആളും കൂടിയാണ്, അല്ലെ? അപ്പൊ ഈ സന്തോഷത്തിന്റെ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഡോപാമൈൻ അത് ഒരു ന്യൂറോ കെമിക്കലാണ്, അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഇതാണ് സന്ദേശങ്ങളെ ഇങ്ങനെ നമ്മുടെ ബോഡിയിലേക്കും തലച്ചോറിലേക്കൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് ഇത്തരം കുഞ്ഞുങ്ങളിൽ കുറവായിരിക്കും, കാരണം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രോണ്ടൽ ലോബ് തന്നെയാണ്. അപ്പോൾ ഇത് ഇത്തരം കുട്ടികളിൽ കുറവായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. നമ്മൾ പറയില്ലേ, വേണമെന്ന് വെച്ചാൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്ന്. വേണമെന്ന് വെച്ചാൽ നമുക്ക് എന്തുകൊണ്ട് നമ്മൾ വേണമെന്ന് വെക്കുന്നേ? നമുക്ക് അതിനോട് റിവാർഡ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ആ കാര്യം ചെയ്തത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവും. ആ തോട്ട് കൊണ്ടാണ് നമ്മൾ വേണമെന്ന് വെക്കുന്നത്. ആ തോട്ട് നമ്മളിൽ ഉണ്ടാക്കുന്നതും ആ തോട്ടിലേക്ക് നമ്മളെ മോട്ടിവേറ്റഡ് ആക്കി നിർത്തുന്നതും ഡോപാമിനാണ്. അപ്പൊ ഈ ഡോപാമിന്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ ഇവർക്ക് ലോങ് ടേം മോട്ടിവേഷൻ ഉണ്ടാവില്ല. നീ ഇപ്പൊ 8ലാണ്, നീ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയാൽ നിനക്ക് ഞാനൊരു സൈക്കിൾ വാങ്ങിത്തരാം. ലോങ് ടേം മോട്ടിവേഷൻ ആണ്. അത്രയും ഇതിലേക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കാൻ അവർക്ക് പറ്റില്ല. പാരന്റ്സ് പറയും, അതായത് പരീക്ഷയുടെ തലേദിവസം ഇരുന്ന് പഠിച്ചിട്ടാണ് ഇത്ര മാർക്ക് വാങ്ങിയത്. അങ്ങനെയാകുമ്പോ എല്ലാ ദിവസവും പഠിച്ചെങ്കിൽ എത്ര മാർക്ക് കിട്ടിയനെ? പക്ഷെ കുട്ടി പറയും, എനിക്ക് പരീക്ഷയുടെ തലേദിവസം പഠിച്ചാലേ കിട്ടുള്ളൂ ടീച്ചറേ എന്ന് പറയും. മനസ്സിലായോ? അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇതാണ് പ്രശ്നം. അതായത് ലോങ് ടേമിലേക്ക് മോട്ടിവേറ്റ് ആയത്, ഞാൻ എല്ലാ ദിവസവും പഠിച്ച പരീക്ഷയുടെ സമയത്ത് എനിക്ക് ഈസി ആയിട്ട് പഠിക്കാം, നല്ല മാർക്ക് വാങ്ങിക്കാം. മോട്ടിവേഷനാണ് നമ്മളെ മോട്ടിവേറ്റഡ് ആക്കി നിർത്തുന്നത്. ഈ ഡോപാമിനാണ്. ഇതിന്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ ഇങ്ങനെ ചിന്തിച്ച് അത്രയും ദിവസം മോട്ടിവേറ്റഡ് ആയിട്ട് പോകാൻ ഇവർക്ക് പറ്റുകയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ എനിക്ക് റിവാർഡ് കിട്ടുമല്ലോ, ആ റിവാർഡിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നു. മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കണം. മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്നതും നമ്മുടെ മാത്രം എടുക്കല്ലെന്ന് അറിയുക. നമ്മുടെ ചിന്തകളെയും മനസ്സിനെയും ഒക്കെ സ്വാധീനിക്കുന്നത് ഇത്തരം ന്യൂറോ കെമിക്കൽസ് ആണെന്ന് അറിയുക. മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്നതും നമ്മുടെ മാത്രം എടുക്കല്ലെന്ന് അറിയുക. ഈ ന്യൂറോ കെമിക്കൽസ് എല്ലാം ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് അതിന് മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നതെന്നും അറിയുക. ഇവരിൽ ഇതിന്റെ പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് തന്നെ ലോങ് ടേം മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കാൻ ഇവർക്ക് പറ്റില്ല. കുഞ്ഞു ഗോൾസും കുഞ്ഞു ടൈം ലിമിറ്റ്സും മാത്രമേ ഇവർക്ക് പറ്റുകയുള്ളൂ. നാളെ പരീക്ഷയാണ്, അപ്പൊ ഓക്കെ, നാളെ പരീക്ഷയാണ്, എനിക്ക് പഠിക്കണം. അത്രയും സമയത്തേക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്നവർക്ക് പറ്റും. അതുപോലെ തന്നെ നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ ലേറ്റസ്റ്റ് നെയിമാണ് നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. അത് നമ്മളെ ഒരു സ്ട്രെസ് ഹോർമോണാണ്. സ്ട്രെസ് സമയത്ത് നമ്മുടെ ബോഡിയിലേക്ക് വന്നിട്ട് നമ്മളെ ആ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ സഹായിക്കുന്ന വിരുദ്ധനാണ് ഈ നോർ എപ്പിനെഫ്രിൻ. അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ. ഈ സാധനത്തിന്റെ പ്രൊഡക്ഷനും കുറവായിരിക്കും. ഡോപാമിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ അക്കോർഡിംഗ്ലി ഇതിന്റെ പ്രൊഡക്ഷനും കുറയും. അതുകൊണ്ട് തന്നെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈനിനെ മീറ്റ് ചെയ്യാൻ ഒന്നും നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. സോ കല്ലുകൊളിത്തരമല്ല, അല്ലെങ്കിൽ അഹങ്കാരമല്ല, സൗകര്യം കൂടിപ്പോയത് കൊണ്ടല്ല, ഇതുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാനാണ് നോക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റ് ഏർലിയസ്റ്റ് ട്രീറ്റ്മെന്റ് തുടങ്ങിയാൽ നമുക്കത് ഒരു 95% വരെയൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളി മാനേജ് ചെയ്ത് കൊണ്ടുപോകാനാവും എന്നുള്ളതാണ്. പക്ഷെ സ്പെക്ട്രം സിവിയർ പ്രൊഫൗണ്ട് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ADHD മെഡിക്കേഷൻസ് വേണ്ടി വരും. അലോപ്പതിയിൽ മെഡിസിൻസ് ഉണ്ട്. പക്ഷെ ആസ് എ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഇതിനെ കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് അലോപ്പതിക് മെഡിസിൻ അത്രയും
അത്രയും സിവിയർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ, അത്രയും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ മാത്രമേ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്, ദിസ് ഇസ് ഫോർ യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ, ഇത് സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഒന്നും ഇല്ല കേട്ടോ, ഇത് എന്റെ എക്സ്പീരിയൻസുകൾ മാത്രമാണ്. ഇനിയുള്ള കാര്യങ്ങളിലൊക്കെ എന്റെ എക്സ്പീരിയൻസുകൾ മാത്രമാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഒന്നിനും സയന്റിഫിക് എവിഡൻസ് ഇല്ല, അങ്ങനെ തന്നെ വേണം എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ അലോപ്പതിക് മെഡിസിനേക്കാൾ കൂടുതലായിട്ട് ഹോമിയോപ്പതിക് മെഡിസിൻസ് ഇതിൽ ഇഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല സൈഡ് ഇഫക്ട്സും വളരെ കുറവായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ മെഡിക്കേഷൻസ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഹോമിയോപ്പതിക് മെഡിക്കേഷൻസ് തന്നെയാണ്. പക്ഷെ ഒരു പ്രൊഫൗണ്ട് സ്പെക്ട്രത്തിൽ ചില സമയങ്ങളിൽ തീരെ കിട്ടാതെ വയലൻസിലേക്കൊക്കെ പോകുന്ന സമയത്ത് അലോപ്പതി മെഡിസിനെ തന്നെ ആശ്രയിക്കേണ്ടിയും വരാറുണ്ട്. ദെൻ മെഡിസിൻസ് കൊണ്ട് മാത്രം ഇതിന് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി നോൺ ഡ്രഗ് തെറാപ്പി ഉപയോഗിക്കേണ്ടി വരും, അതിൽ സൈക്കോളജിക്കൽ ടൂളുകൾ ഉപയോഗിക്കേണ്ടി വരും. അതിൽ ആദ്യമായിട്ട് ഉപയോഗിക്കേണ്ടത് CBT ആണ്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. അതൊരു ടോക്ക് തെറാപ്പി തന്നെയാണ്, നിങ്ങളിത് അറിയുന്നുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ടോക്ക് തെറാപ്പിയിൽ ഇവരുടെ ഒരു കോഗ്നിറ്റീവ് പാറ്റേൺ, റാഷണൽ തിങ്കിങ് പാറ്റേണിനെയൊക്കെ നമുക്ക് കുറച്ച് കറക്റ്റ് ചെയ്യാനായിട്ട്, നന്നായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ തെറാപ്പി. ബിഹേവിയറൽ മോഡിഫിക്കേഷൻ തെറാപ്പി എന്ന് പറയുമ്പോൾ ഇവരുടെ സ്വഭാവമൊക്കെ നമുക്ക് പലപ്പോഴും പാരന്റ്സ്, ഇപ്പൊ ഞാൻ ഇനി ഇരുന്ന് പറയുമ്പോഴും പാരന്റ്സിനാണെങ്കിലും പാർട്ട്നേഴ്സ് ആണെങ്കിലും ഈവൻ ഇവരുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ഒന്ന് കോപ്പപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവരുടെ സ്വഭാവം. ഒന്ന് ഇറാഷണൽ തിങ്കിങ് ഉണ്ടാവുന്നവർക്ക്, അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്നത് ശരി, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ ഒക്കെ ഭാഗമായിട്ട് ആൻഡ് ഓൾ അതേഴ്സ് ആർ നോട്ട് ഓക്കെ എന്നുള്ളൊരു ഇതിലേക്ക് ഇവർ പോകും. അപ്പോൾ ഇവരുടെ ബിഹേവിയറൽ കറക്ഷന് വേണ്ടിയിട്ട് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ തെറാപ്പീസ് തന്നെ വേണ്ടി വരും. ഡെഡ് ലൈൻസ് എടുക്കാൻ ഇവരെ ശീലിപ്പിക്കേണ്ടി വരും, ടൈം മാനേജ്മെന്റ് ഇവരെ ശീലിപ്പിക്കേണ്ടി വരും. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റികളിലൂടെ തന്നെ ശീലിപ്പിക്കേണ്ടി വരും. അതുപോലെ ഡിസിഷൻ മേക്കിംഗ് ശീലിപ്പിക്കേണ്ടി വരും. ഇതിനൊക്കെ ബ്രെയിനിനെ നമ്മൾ കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ആസ് എ തെറാപ്പിസ്റ്റ്, ആസ് എ ക്ലിനിക്കൽ തെറാപ്പിസ്റ്റ്, ഞാൻ ഏറ്റവും ബ്യൂട്ടിഫുള്ളി യൂസ് ചെയ്യുന്ന ടൂൾ ഹിപ്നോതെറാപ്പി തന്നെയാണ്. ഹിപ്നോതെറാപ്പി, ADHD ഹിപ്നോതെറാപ്പി എന്ന് പറയുമ്പോൾ അഫ്കോഴ്സ് എന്റെ കൊളീഗ്സ് ഇങ്ങനെ നെറ്റിച്ചു വിളിക്കാറുണ്ട്. അതായത് ഈവൻ നിങ്ങൾക്കും തോന്നിയേക്കാം, ശ്രദ്ധ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് എങ്ങനെയാണ് സജഷൻസ് എടുത്തിട്ട് ഹിപ്നോതെറാപ്പി ഫലപ്രദമാവുക എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു 3-4 സെഷൻ വരെയൊക്കെയാണ് പ്രശ്നം ഉണ്ടാവാറ്. അത് കഴിയുമ്പോൾ പതുക്കെ കുട്ടികൾ സസെപ്റ്റബിൾ ആയിട്ട് വരാറുണ്ട്. മാത്രമല്ല നോർമലി ചെയ്യുന്ന ഹിപ്നോട്ടിക് മെത്തേഡ്സും വിട്ട് വീട്ടിലേക്ക് പാരന്റ്സിനും കൂടി ചെയ്യാവുന്ന ചില രീതികൾ ഞാൻ അവലംബിക്കാറുണ്ട്. അവിടെ വളരെ ബ്യൂട്ടിഫുൾ റിസൾട്ട്സ് കാണാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോ ആക്ച്വലി നോൺ ഡ്രഗ് തെറാപ്പിയിൽ ഞാൻ ഏറ്റവും ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾ ഹിപ്നോതെറാപ്പി തന്നെയാണ്. പക്ഷെ തീർച്ചയായിട്ടും തെറാപ്പിസ്റ്റിനും ചുറ്റുമുള്ളവർക്കും വളരെയധികം ക്ഷമ വേണ്ടത് പ്രോസസ് തന്നെയായിരിക്കും. നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് പോകേണ്ടതുള്ളൂ എന്നുള്ളതാണ്. കോച്ചിങ് എന്ന് പറയുമ്പോൾ റെമഡിയൽ കോച്ചിങ് ആണ്. റെമഡിയൽ കോച്ചിങ് എന്ന് പറയുമ്പോൾ നേരത്തെ ഒരു സെൽഫ് അഡ്വക്കസി ഉണ്ടാക്കുക, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കുക, പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റിയിലേക്ക് കൊണ്ടുവരിക, ദെൻ പ്രയോറിറ്റൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് റെമഡിയൽ കോച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫുഡ്, ADHD SLD പോലെയുള്ള അവസ്ഥകൾക്ക് ഒരു പ്രധാന കാരണമായിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്ട്രിൻസിക് റീസൺ ആയിട്ട് കാണാറുണ്ട്. ഇത്തരം കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക ഒരു ഫുഡിനോട് ഒരു ക്രേവിങ്സ് ഉണ്ടാവും, അമിതമായിട്ടുള്ള ഇഷ്ടമുണ്ടാവും. അപ്പൊ അമിതമായിട്ടുള്ള ഇഷ്ടമുള്ളത് എന്താണോ അതിനെ റെഡ്യൂസ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ ജനറലി പറയുക മധുരം, മൈദ ഇത് രണ്ടും കട്ട് ഡൗൺ ചെയ്യാനാണ്. ഭൂരിഭാഗം കുഞ്ഞുങ്ങളിലും ഒരു 60% കുഞ്ഞുങ്ങളിലും മധുരത്തിനോടാണ് ക്രൈവിങ്സ് കാണാറ്. മധുരം അമിതമായിട്ട് ഇവർ കഴിക്കും, ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കട്ട് ഡൗൺ ചെയ്യാൻ പറയുന്നത് മധുരമാണ്. ആദ്യമായിട്ട് ചോക്ലേറ്റ്സ്, അതുപോലെ ലഡു, ജിലേബി, പാസ്ട്രീസ്, അങ്ങനെ മധുര കേക്ക്സ്, അങ്ങനെ മധുരമുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ കോള,
പെപ്സി, കോള, അതുപോലെ എന്താ പറയാ അങ്ങനത്തെ ബോട്ടിൽഡ് ബിവറേജസ് ഇല്ലേ, അത്, ബോട്ടിൽഡ് ജ്യൂസസ്, പാക്കറ്റ് ജ്യൂസസ്, ഇതൊക്കെ കട്ട് ഡൗൺ ചെയ്യാം. കട്ട് ഡൗൺ ചെയ്യാൻ പറയുന്നത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനായിട്ട് ആദ്യം കട്ട് ഡൗൺ ആണ് ചെയ്യേണ്ടത്. ഇന്ന് ക്ലാസ് കേട്ടിട്ട് ഓടിപ്പോയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് മധുരം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ള മധുരം മൊത്തം എടുത്തു മാറ്റി വാഷ് ബേസിലോട്ട് ഇടണ്ട, കുട്ടീനെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകാനേ അത് ഉപകരിക്കുകയുള്ളൂ എന്നുള്ളതാണ്. കട്ട് ഡൗൺ ചെയ്യാന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ കുട്ടി 10 ബിസ്ക്കറ്റ് ഡെയിലി കഴിക്കുമെങ്കിൽ അത് കട്ട് ഡൗൺ ചെയ്ത് 6 ആക്കുക, 4 ആക്കുക, 2 ആക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് ആണെങ്കിലും അങ്ങനെ തന്നെ ഇഷ്ടം കൊണ്ട് ചോക്ലേറ്റ്സ് ആണ് നമ്മൾ എപ്പോഴും സമ്മാനമായിട്ട് കൊടുക്കുക. ഇഷ്ടം കൊണ്ട് കേക്ക്സ് കൊണ്ട് കൊടുക്കും, ലഡു, ജിലേബി, ഇതൊക്കെ ഇതിന് എന്താ സംഭവിക്കാന്നറിയോ? ആക്ച്വലി പിന്നെ മൈദ അടങ്ങിയ ഫുഡുകൾ, അതായത് ബെന്ന്, ബ്രെഡ്, ബിസ്ക്കറ്റ്സ്, പൊറോട്ട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ് നമ്മൾ പറയുന്ന ഷവർമ, പിസ്സ, ലൈക്ക് അതൊക്കെ നമ്മുടെ എൻവയോൺമെന്റിലെ ബുദ്ധിമുട്ടാണത്. ആക്ച്വലി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത്തരം ഫുഡുകൾ നമ്മുടെ വയറ്റില് ഒരു കോളനി ഓഫ് ബാക്ടീരിയാസിനെ സൃഷ്ടിക്കും. അപ്പോ നമ്മുടെ ഫ്രോണ്ടൽ കോർട്ടക്സിലാണല്ലോ ഇവർക്ക് ബുദ്ധിമുട്ട്. അതിന്റെ തന്നെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഭാഗമാണിത്. പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്, ഇവിടെ നമുക്ക് മിറർ സെൽസ് ഉണ്ട്, കണ്ണാടി സെല്ലുകൾ ഉണ്ട്. ഈ കണ്ണാടി സെല്ലുകൾ ആണ് നമ്മളെ കാര്യങ്ങൾ കാണാനും കണ്ടിട്ട് ആ വിവരങ്ങളെ ബ്രെയിനിലേക്ക് കൊടുക്കാനും പ്രോസസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത്തരം ഫുഡുകൾ, അതായത് കോള, പെപ്സി, ഐസ്ക്രീം, അങ്ങനത്തെ ഫുഡുകളൊക്കെ വയറ്റില് ഒരു കോളനി ഓഫ് ബാക്ടീരിയാസിനെ ഉണ്ടാക്കും. ഈ കോളനി ഓഫ് ബാക്ടീരിയാസ് ഈ സെൽസിനെ, ഈ മിറർ സെൽസിനെ മാസ്ക് ചെയ്യും. മാസ്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകളുള്ള കുഞ്ഞുങ്ങളുടെ പ്രശ്നം കൂടി വരും. അതുകൊണ്ട് തന്നെ ഫുഡ് ഹാബിറ്റ് സ്ട്രിക്ട്ലി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പറയും. വെൻ വി ആർ സ്റ്റാർട്ടിങ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം പറയുക ഫുഡ് കൺട്രോൾ ആണ്. പിന്നെ വെള്ളം നന്നായിട്ട് കുടിപ്പിക്കാൻ പറയും. ഒരു 2 liters വെള്ളം കുടിപ്പിക്കാനും മധുരവും മൈദയും കട്ട് ചെയ്യാനുമാണ് നമ്മൾ ആദ്യം പറയുക. പിന്നെ നമ്മൾ ഇവർക്ക് ബ്രെയിൻ ജിംസ് കൊടുക്കും. ബ്രെയിൻ ജിംസ് നിങ്ങൾക്ക് ഗൂഗിളുകൾ ഇഷ്ടംപോലെ ബ്രെയിൻ ജിംസ് കാണാനാവും. പക്ഷെ കുട്ടിയുടെ പ്രോബ്ലത്തിന് അനുസരിച്ചിട്ടുള്ള ബ്രെയിൻ ജിം ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊരു തെറാപ്പിസ്റ്റിന് മാത്രമേ നിങ്ങളെ സഹായിക്കാനാവുകയുള്ളൂ. അപ്പോ ഒരു തെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് ഏത് ബ്രെയിൻ ജിം ആണ് കുട്ടിക്ക് അനുയോജ്യമായതെന്ന് വെച്ചാൽ ആ ബ്രെയിൻ ജിംസ് ചെയ്യിക്കാം. ആൻഡ് പേഴ്സണലി ഫ്രം മൈ എക്സ്പീരിയൻസ്, ഇവർക്ക് നല്ല എനർജി ആയിരിക്കും ഇത്തരം കുട്ടികൾക്ക്. അപ്പൊ ഇവരുടെ എനർജി ലൂസ് ചെയ്താൽ തന്നെ ബ്രെയിൻ കോർട്ടക്സും കൂടി ഒന്ന് പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഞാൻ ഇവരെ കരാട്ടയ്ക്ക് വിടാൻ പറയാറുണ്ട്, സ്വിമ്മിങ്ങിന് വിടാൻ പറയാറുണ്ട്, ജിമ്മിന് വിടാൻ പറയാറ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല ഇഫക്റ്റീവായിട്ട് കാണാറുണ്ട്. അപ്പൊ മാത്രമല്ല omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ള ഫുഡ് ഇവർക്ക് നല്ലതായിട്ട് തോന്നാറുണ്ട്. അപ്പൊ അതിന്റെ സപ്ലിമെന്റ്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഒന്നുകിൽ omega-369 ഇൻട്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ omega-3 ഫാറ്റി ആസിഡ്സിന്റെ ടാബ്ലറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇത് രണ്ടും തെറാപ്പിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം കുട്ടിക്ക് എന്താണോ ആവശ്യം നോക്കിയിട്ട് അക്കോർഡിംഗ് ടു കുട്ടിയുടെ ഏജ്, അതുപോലെ തന്നെ പ്രശ്നത്തിനൊക്കെ അക്കോർഡിംഗ്ലി ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. വൈറ്റമിൻ ടാബ്ലറ്റ് തന്നെയാണ്, പക്ഷെ തെറാപ്പിസ്റ്റ് കൂടി നോക്കിയിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ADHD വന്നു, അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ, അല്ലെങ്കിൽ എന്റെ മകന്, എന്റെ മകൾക്ക്, എന്റെ പേരക്കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട. ADHD ഉള്ള ആളുകൾക്ക് നേരത്തെ നമ്മൾ കണ്ടുല്ലോ, ബ്രെയിനിന് 4 ലോബുകളുണ്ടെന്ന്. അതില് ഫ്രോണ്ടൽ കോർട്ടക്സിനാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ ഫ്രണ്ടിൽ ഇതിന് പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ബാക്കി ലോബ്സ് കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളി ആയിരിക്കും, കുറച്ചും കൂടി ആക്റ്റീവ് ആയിരിക്കും. അപ്പോ ഇവർക്ക് കഴിവുള്ള ഒരു മേഖല ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇവർക്ക് മാത്രമായിട്ട് യുണീക്കായിട്ട് എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഡെഫിനറ്റ്ലി ഇവരുടെ ബ്രെയിനിൽ ഉണ്ടാവും. ആ ഏരിയ കണ്ടെത്തിയിട്ട് ആ ഏരിയയിലേക്ക് ഇവരെ തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ ഇവർ എക്സൽ ചെയ്യും. അപ്പൊ ആ ഏരിയ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു റെമഡിയൽ കോച്ചിന്റെ അല്ലെങ്കിൽ പാരന്റിന്റെ ഒക്കെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ആ ഏരിയ കണ്ടെത്തിയിട്ട് അതിലേക്ക് ഇവരെ തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ
അവിടെ ഇവര് ഹൈപ്പർ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ്. ഹൈപ്പർ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ടൈം ബൗണ്ട് ഇല്ലല്ലോ, അതായത് ടൈം പോയി കഴിഞ്ഞു തീർന്നു ഇതൊന്നും അവർക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ ഇവർക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇവർക്ക് സിദ്ധിയുള്ള ഒരു ഏരിയ ഉണ്ടാവും. ആ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് സമയം പോകുന്നതൊന്നും നോക്കില്ല, അവിടെ തന്നെ ഇരുന്ന് ഇങ്ങനെ വർക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. അത് ഇവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. അത് കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് വളരെ ബ്യൂട്ടിഫുള്ളി ആ മേഖലയിൽ എക്സൽ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇത്തരം കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോ പാരന്റ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്. ദേഷ്യമാണ്, പറഞ്ഞാൽ കേൾക്കില്ല, അടങ്ങി ഒതുങ്ങിയിരിക്കില്ല, പക്ഷെ നല്ല സ്നേഹമാണ്, നല്ല സ്നേഹമുള്ള മോനാണ്, എല്ലാവരോടും ഭയങ്കര കരുണയാണ്, ഇവർക്ക് ഭയങ്കര എംപതറ്റിക് ആയിരിക്കും, ഇവര് ഭയങ്കര ലവിങ് ആൻഡ് ലവബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ സാധാരണ മനുഷ്യന്മാർക്ക് ഉള്ള അത്ര കുശുമ്പോ കുഞ്ഞായ്മയോ മറ്റുള്ളവർ നന്നാവുന്നതിനുള്ള ബുദ്ധിമുട്ടോ ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. വെള്ളം കുടിക്കട്ടെ കേട്ടോ. താങ്ക് യു. അപ്പോ ഇവര് ഹൈപ്പർ ഫോക്കസ്, എംപതറ്റിക്, ലവിങ് ആൻഡ് ലവബിൾ എന്നുള്ളതൊക്കെ ഇവരുടെ പ്രത്യേകതയാണ്. അപ്പോ ADHD വന്നു, ഇനി ഇവന്റെ ലൈഫ് അങ്ങനത്തെ അങ്ങ് പോയി എന്ന് ആരും കരുതേണ്ടതില്ല. ADHD ഉള്ള പ്രശസ്തരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതില് മൈക്കൽ ഫെലപ്സ് എന്ന് പറയുന്ന ഒളിമ്പിക് ചാമ്പ്യൻ, അത് സ്വിമ്മിങ്ങിലെ സുവർണ താരമാണ് മൈക്കൽ ഫെലപ്സ്. ഏറ്റവും കൂടുതൽ സ്വിമ്മിങ്ങിൽ ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡലുകൾ നേടിയിട്ടുള്ള മൈക്കൽ ഫെലപ്സ് അതിന്റെ 7ാമത്തെ വയസ്സിൽ ADHD ഡയഗ്നോസ്ഡ് ആയിരുന്നു. അപ്പോ അദ്ദേഹം തന്നെയാണ് മനസ്സിലാക്കിയത് സ്വിമ്മിങ് എന്ന് പറയുന്ന ഏരിയയിൽ അദ്ദേഹത്തിന് ഒരു സിദ്ധി ഉണ്ടെന്ന്, എക്സ്ട്രാ ഓർഡിനറി കഴിവുണ്ടെന്ന് അദ്ദേഹം തന്നെയാണ് മനസ്സിലാക്കിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എക്സ്ട്രാ എനർജീനെ, ഫുൾ ഫോക്കസിനെ അദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പോ നമുക്ക് സ്വിമ്മിങ്ങിലാണ് അദ്ദേഹം എന്താ പറയാ എക്സ്ട്രാ ഓർഡിനറി. ചിലപ്പോ ഇപ്പൊ എത്ര സമയമായെന്ന് ചോദിച്ചാൽ, ഇപ്പൊ രാത്രിയാണോ പകലാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ചിലപ്പോൾ ക്ലോക്കിലേക്ക് നോക്കിയേക്കാം. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം പുറകിലായേക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം പുറകിലായേക്കാം. പക്ഷെ സ്വിമ്മിങ്ങിൽ അദ്ദേഹം എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു. അതാണ് ഇവരുടെ പ്രത്യേകത. പിന്നെ ജോണി ഡെപ്പ് എന്ന് പറയുന്ന ആക്ടർ, അദ്ദേഹം എന്താ പറയാ പിറേറ്റ്സ് ഓഫ് കരീബിയൻ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ആക്ടറാണ്, ഹോളിവുഡിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ആക്ടറാണ്. അദ്ദേഹം ADHD ഡയഗ്നോസ്ഡ് ആണ്. അദ്ദേഹത്തിന്റെ സിദ്ധി എന്ന് പറയുന്ന ഭാവാഭിനയത്തിലാണ്, മുഖം കൊണ്ട് ഉള്ള അഭിനയത്തിൽ അദ്ദേഹം അസാധ്യമായ കഴിവുകളുള്ള ഒരു നടനാണ്. അതുപോലെ ഫഹദ് ഫാസിലിനെ അദ്ദേഹം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹം ഫസ്റ്റ് സിനിമ ഫെയിലിയർ ആയിരുന്നു അല്ലെ, അതിനുശേഷമാണ് അദ്ദേഹം ഒരു ഇത് എന്താ പറയാ ഇതിലേക്ക് പോയത് എന്നുള്ളതാണ്. അപ്പൊ അത് ഡയഗ്നോസ്ഡ് ആണ്. എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ വിഷയം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച ഷാലിമ മാമിന് വളരെയധികം സ്നേഹവും നന്ദിയും എല്ലാവരുടെയും പേരിൽ പറയുകയാണ്. അതോടൊപ്പം ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ അറിയേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ADHD ഉള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന സജഷൻസ് എന്ന് പറഞ്ഞാൽ കൊള്ളാം. ഡിപ്പെൻഡ് ആണ് സാർ. ADHD ഞാൻ പറഞ്ഞല്ലോ, ആക്ച്വലി ADHD ആയാലും SLD ആയാലും എവറി ചൈൽഡ് ഈസ് ഡിഫറെന്റ്. ഒരാൾക്കുള്ള സിംറ്റംസോ അല്ലെങ്കിൽ അയാൾക്ക് അത് ഉണ്ടാകാനുള്ള കാരണമോ ആയിരിക്കില്ല മറ്റൊരാളുടെ കാരണമോ സിംറ്റമോ. സോ ഇറ്റ് വേരീസ്. അത് തെറാപ്പിസ്റ്റിന്റെ ഒരു മിടുക്കും അല്ലെങ്കിൽ അയാളുടെ പരിചയസമ്പത്തുമാണ് നമ്മളവിടെ ഉപയോഗപ്പെടുത്തുക. മാഡം, അമിതമായിട്ട് ദേഷ്യവും വാശിയും ഒക്കെ കാണിക്കുന്നത്, അതേപോലെ ഒരു അക്രമാസക്തതയെ കാണിക്കുന്നത് ADHD സിംറ്റം ആണോ? നോക്കൂ സാർ, ലൈക്ക് എന്താ പറയാ,
പല രോഗങ്ങളുടെയും സിംറ്റം ആണ് പനി അല്ലേ? അപ്പോ ഒരു പർട്ടിക്കുലർ സിംറ്റം വെച്ചുകൊണ്ട് അത് ADHD എന്ന് നമുക്ക് പറയാനാവില്ല. ഈ പറയുന്ന ഈ ദേഷ്യം, എടുത്തുചാട്ടം ഒക്കെ മറ്റു പല അസ്വസ്ഥതകളുടെയും സിംറ്റം തന്നെയാണ്. അപ്പോ ഒന്നുകിൽ ആളെ നേരിട്ട് കാണുകയോ ഹിസ്റ്ററി എടുക്കുകയോ ഒക്കെ ചെയ്യാതെ നമുക്ക് ഇതിന് കറക്റ്റായിട്ട് പറയാനാവില്ല. മാഡം, പിന്നെ ഈ ADHD ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 10 വയസ്സിലൊക്കെ ഉണ്ടായ കുട്ടിക്ക് അത് പിന്നെ ഉറപ്പായിട്ട് മാറ്റാൻ പറ്റുമോ ഭാവിയിൽ ചികിത്സയിൽ? അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, അതായത് തലച്ചോറിന്റെ ഫ്രോണ്ടൽ ലോബിൽ ഉണ്ടാകുന്ന സെൽസ് കറക്റ്റായിട്ട് ഡെവലപ്പ് ആവാത്തതോ കറക്റ്റായിട്ട് ആക്റ്റീവ് ആവാത്തതോ ആണ് ഇതിന്റെ പ്രധാന കാരണം. ആ ഒരു കണ്ടീഷൻ അത് നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാനാവില്ല. മനസ്സിലായോ? നിങ്ങൾക്കറിയാം, തലച്ചോറിലുണ്ടാകുന്ന എന്തൊരു പ്രശ്നവും നമുക്ക് മാറ്റാനാവില്ല, കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാനാവില്ല. അതിന് മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അല്ല, ഫ്രണ്ടൽ ലോബ് ആണല്ലോ, ഫ്രണ്ടൽ ലോബ് ത്രൂ അമിഗ്ഡലയിലോട്ട് പോകുന്നത് കൊണ്ടാണല്ലോ, അത് ഡയറക്റ്റ് അമിഗ്ഡലയിലോട്ട് പോകും അല്ലേ? യെസ്, അവിടെ നമുക്ക് അതിനെ മാനേജ് ചെയ്യാനുള്ള ടെക്നിക്സ്, അതുപോലെ തന്നെ അതിനെ എപ്പോഴും ആക്ടിവേറ്റ് ചെയ്ത് നിർത്താനുള്ള ബ്രെയിൻ ജിംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ, താങ്ക് യു. മറ്റെന്തെങ്കിലും? നമസ്തേ മാം. നമസ്തേ മാം, ഒരു ക്വസ്റ്റ്യൻ കൂടെ. നമ്മൾ ഈ ഒരു മിനിറ്റ്. ഹലോ, വളരെ എഫക്റ്റീവായിട്ട് ഇതുപോലെയുള്ള ഒരു സെഷൻ ഞാൻ കേട്ടിട്ടില്ല ഈ ADHD. താങ്ക് യു വെരി മച്ച്. ഇടയ്ക്ക് മനുഷ്യർക്ക് എന്തെങ്കിലും ടോക്കുകൾ വന്നിട്ടോ എന്തെങ്കിലും ഇൻസിഡന്റ് വഴി ഈ രോഗം വരാൻ ചാൻസ് ഉണ്ടാവും? ഇതിങ്ങനെ പറഞ്ഞു, നമ്മൾ സിംറ്റംസ് ഡിസ്കസ് ചെയ്തപ്പോ അല്ലെങ്കിൽ റീസൺസ് ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞിരുന്നു ബ്രെയിൻ ഇഞ്ചുറി ഇതിന് കാരണമാണെന്ന് പറഞ്ഞല്ലോ. അത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ചെറുപ്പത്തിൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, ഈ ബ്രെയിൻ ഇഞ്ചുറിക്ക് ശേഷമായിരിക്കാം ഈ പ്രോബ്ലം കാണുക എന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ലാതെ എന്തെങ്കിലും ഷോക്കിംഗ് ഇൻസിഡൻസ് വഴി ഉണ്ടാവോ? മെന്റൽ ഷോക്ക് വഴി? മെന്റൽ ഷോക്ക് വഴി ബ്രെയിനിന്റെ സെല്ലുകളിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. കെമിക്കലി ഇംബാലൻസ്ഡ് ആവാം, ന്യൂറോ കെമിക്കൽസ് ഇംബാലൻസ്ഡ് ആവാം. പക്ഷെ ഈ വോളിയം കുറയുകയോ അല്ലെങ്കിൽ അതിന്റെ ആക്ടിവിറ്റി കുറയുകയോ ഒന്നും സംഭവിക്കില്ല മെന്റൽ ട്രോമാസ് വഴി. മറ്റെന്തെങ്കിലും? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യാം. മാഡം, ഒരു ഡൗട്ട് കൂടെ. അതായത് ഹലോ, പറയൂ കേൾക്കാം. താങ്ക് യു മാഡം. അതായത് നമുക്ക് ഈ എക്സസ്, അതായത് നല്ല ഓവർ ബുദ്ധിയുള്ള കുട്ടികൾ, ഇന്റലിജൻസ് ഉള്ള കുട്ടികൾ കുട്ടിക്കാലത്ത് അതിനെ മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ADHD ഉണ്ടാകത്തില്ലേ? ADHD എന്ന് പറയുമ്പോൾ അതിൽ IQ അഫക്റ്റഡ് ആയിരിക്കില്ല. അത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. ADHD ആണെങ്കിലും SLD ആണെങ്കിലും IQ അഫക്റ്റഡ് ആയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. IQ നോർമൽ തന്നെ ആയിരിക്കും, ചിലപ്പോൾ നോർമലിനേക്കാളും ഒരുപാട് കൂടുതലുമായിരിക്കാം. നോർമലി 90 to 100 അല്ലെങ്കിൽ 90നും 110നും ഇടയ്ക്ക് ആണ് നമ്മൾ നോർമലി നോർമൽ IQ. അപ്പോൾ അതിന്റെ ഒരു ആവറേജ് ആയിട്ട് 100 നമ്മൾ വെക്കും. ഇപ്പൊ 110ന് കൂടുതലാവുന്ന കുഞ്ഞുങ്ങളിലും സംടൈംസ് ഈ ADHD പ്രശ്നം കാണാറുണ്ട്. ഓക്കെ, താങ്ക് യു മാഡം, വെരി ഇൻഫോർമേറ്റീവ്. താങ്ക് യു. പ്ലീസ് ഷെയർ യുവർ നമ്പർ പ്ലീസ് മാഡം. നമ്പർ ഞാൻ കാണിച്ചിരുന്നില്ല ലാസ്റ്റ് സ്ലൈഡില്. സ്ലൈഡ് ഒന്നുകൂടി ഒന്ന് കാണിച്ചു. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. നോട്ട് ചെയ്തോളൂ. ഇത്രയും കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ ഞാൻ കണ്ടിട്ടില്ല ഈ ADHD കുറിച്ച് സംസാരിക്കുന്നത്. എന്നോടാണോ? ഹലോ മാഡം,
അതായത് ഇത്രയും പിന്നെ എഫിഷ്യന്റ് ആയിട്ട് ഓ സർ കേൾക്കാം, പറഞ്ഞോളൂ. വളരെ ക്ലിയർ ആയിട്ട് ഇത്രയും നോളജ്ഫുൾ ആയിട്ട് ഒരു ടോക്ക് ഞാൻ കേട്ടിട്ടില്ല. താങ്ക് യു. താങ്ക് യു സർ. ബിക്കോസ് ആ അവസ്ഥകളോട് കടന്നു പോയ ഒരാളെന്ന നിലയ്ക്ക് എനിക്കത് I took it as my responsibility because ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ, കടന്നു പോയ ഒരാളാണ് ഞാൻ. സോ അത്തരം കുഞ്ഞുങ്ങൾക്കൊപ്പം നിൽക്കേണ്ടത് എന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടിയാണ്. ഷാലിമ മാം, യാ, ഞാൻ റഷീദ. നമ്മൾ തമ്മിൽ പരിചയമുണ്ട്. ഹായ്. എന്തായാലും ഈ ഒരു ക്ലാസ്സിൽ ഇരിക്കാൻ തോന്നിയത് അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം കിട്ടിയത് വലിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത്. നേരത്തെ ഒരാൾ കമന്റ് ചെയ്ത പോലെ തന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നുള്ള ഈ ഒരു അവസ്ഥയെക്കുറിച്ച് വളരെ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് 1 hour ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് 1 hour ഒക്കെ കഴിഞ്ഞു പോയി. പക്ഷെ ഒന്നും നമുക്ക് ഓർമ്മയില്ല. കാരണം അത്രയും മനോഹരമായിട്ടാണ് ഷാലിമത് എക്സ്പ്ലെയിൻ ചെയ്തത്. അതിമനോഹരമായിരുന്നു ക്ലാസ്. പിന്നെ ഈ പറഞ്ഞത് കൂട്ട് ആദ്യം തുടങ്ങുമ്പോൾ പറഞ്ഞ സെന്റൻസ് തന്നെയാണ് എന്റെ മനസ്സിൽ കിടക്കുന്നത്. ഗാലറിയിൽ ഇരുന്ന് കളി കാണുമ്പോൾ നമുക്ക് അറിയില്ല കളിക്കാരന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. നമ്മളുടെ ഓരോരുത്തരും ലൈഫിൽ വരുമ്പോൾ തന്നെയാണ് അറിയുന്നത്. ADHD ഉള്ള ഒരു കുട്ടിയുടെ അമ്മയായിക്കൊണ്ട് അതിന്റെ എല്ലാ പ്രയാസങ്ങളിലൂടെയും കടന്നു പോയ, ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എല്ലാവരെക്കാളും നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. ഒരുപാട് സയന്റിഫിക് റിസർച്ചുകൾ ഞാൻ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു സപ്പോർട്ടാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ, ബിക്കോസ് അത് പറയണം എന്ന് എനിക്ക് തോന്നുന്നു. ഒരു 6 months ബാക്ക് ഒരു പെൺകുട്ടിയെ ഡിവോഴ്സിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഐ എം സോ സോറി ഫോർ ലേറ്റ് ആയതിന്. അപ്പോ ഡിവോഴ്സിന് കാരണമായിട്ട് ഹസ്ബൻഡ് പറഞ്ഞതെന്ന് വെച്ചാൽ വീട് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുന്നില്ല, വീട്ടിൽ ആളുകൾ വരുമ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരു കാര്യം ഉത്തരവാദിത്തോടെ ചെയ്യാൻ പറ്റുന്നില്ല, ടൈം ബൗണ്ടഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായോ? പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് സമയത്തിന് ഭക്ഷണം കിട്ടുന്നില്ല. ഇതൊക്കെയാണ് ആ പെൺകുട്ടിയെ കുറിച്ച് ഹസ്ബൻഡിനുണ്ടായ കംപ്ലൈന്റ്. അപ്പോ ഡിവോഴ്സിന് വേണ്ടിയിട്ട് ആണ് അങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് വിട്ടത്. അപ്പൊ പാരന്റ്സ് ഡിവോഴ്സ് എന്ന് പറഞ്ഞപ്പോഴാണ് അവര് ഈ ലക്ഷണങ്ങളെയൊക്കെ ശ്രദ്ധിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും അവള് ആങ്സൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കും പോയിരുന്നു. ആൻഡ് വെൻ യു ആർ ഗെറ്റിംഗ് ദ എപ്പിസോഡ്സ് ഓഫ് ബോത്ത് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ ടുഗദർ, രണ്ടും ഒരുമിച്ച് കിട്ടുമ്പോൾ ശരിക്കും ലൈഫ് നരകം തന്നെയാവും. അപ്പൊ ഒരു 3rd സെഷനിലൊക്കെ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡിപ്രഷൻ അല്ല അവളുടെ പ്രോബ്ലം, ആങ്സൈറ്റി അല്ല അവളുടെ പ്രോബ്ലം, ADHD ആണ് അവളുടെ പ്രോബ്ലം എന്നുള്ളത്. കാരണം അവളുടെ ഒരു സെന്റൻസിൽ തന്നെയാണ് അത് മനസ്സിലായത്. അവള് പറഞ്ഞു, എനിക്കും ഉണ്ടായ അവസ്ഥ ഒരിക്കലും എന്റെ മകൾക്കും ഉണ്ടാവരുത്. അങ്ങനെ ഒരു സെന്റൻസ് അവള് പറഞ്ഞു. അവിടെ വെച്ചിട്ടാണ് എന്താണ് അവൾ കടന്നുപോയ അവസ്ഥ എന്ന് എനിക്ക് മനസ്സിലായത്. സോ നമ്മളിത് റെമഡിയേറ്റഡ് അല്ലാതെ വിട്ടുകഴിഞ്ഞാൽ, ശ്രദ്ധിക്കാതെ വിട്ടുകഴിഞ്ഞാൽ അവരുടെ ഭാവി ജീവിതത്തിലും, കാരണം അവള് 18 വയസ്സ് വരെ പഠിക്കില്ലായിരുന്നു, അപ്പൊ പഠിക്കാൻ താല്പര്യമില്ല, കെട്ടിച്ചു കഴിഞ്ഞപ്പോ അവൾ ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായോ? അപ്പോ ഇത് ശ്രദ്ധിക്കാതെ വിട്ടു കഴിഞ്ഞാൽ അവരുടെ ഭാവിയിൽ നമ്മൾ എത്ര സുരക്ഷിതമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് ശരിയാവില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പാരന്റ്സും അധ്യാപകരും ഒക്കെ ഇതിലേക്ക് ഒരു സവിശേഷ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ടീച്ചർ, ഞാനും അത് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഇഷ്ടംപോലെ സൈക്കോളജിസ്റ്റും അധ്യാപകരും ഒക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഒരു ഗവൺമെന്റ് തലത്തിലൊക്കെ ഒരു തരത്തിലുള്ള ഇനീഷ്യേറ്റീവും ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുക്കാതിരിക്കുന്നത്? ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ, ഇപ്പൊ US, കാനഡ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ജനിക്കുന്ന കുട്ടികളിൽ നല്ലൊരു ശതമാനം ADHD ആണ് എന്ന് പറയപ്പെടുന്നു. അപ്പൊ അത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് അവർ ക്ലാസ് റൂമിൽ അഡോപ്റ്റ് ചെയ്യുന്നു പറയുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളെ പോലുള്ള ആളുകളെ അത്തരം കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിലും മറ്റും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കുറെ കൂടെ നിങ്ങൾക്ക് ഒന്ന് ശ്രമിച്ചുകൂടെ? ഡെഫിനറ്റ്ലി, ഞാൻ പറഞ്ഞല്ലോ റഷീദ, ഐ ടുക്ക് ഇറ്റ് ആസ് മൈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നതും ധാരാളം കുഞ്ഞുങ്ങളെ റെമഡിയേറ്റ് ചെയ്യുന്നതും സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നതും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്.
പിന്നെ അറിയാലോ, സർക്കാർ തലത്തില് ഡെഫിനറ്റ്ലി നമ്മുടെ സിലബസ് ഒന്നും ADHD SLD ഇല്ലാത്ത കുഞ്ഞുങ്ങളെ പോലും അവരുടെ നീഡുകളെ പോലും മീറ്റ് ചെയ്യുന്നില്ല. അപ്പോ എന്താ പറയാ, ഞാനൊരു കുഞ്ഞ് എക്സാമ്പിൾ പറയാം. കരയിലെ പക്ഷെ ഹാഫ് മാർക്ക് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. പകുതി ശരിയാണ്, മാർക്ക് കൊടുക്കണം. എന്ത് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അപ്പോ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാറി മാറി വരുന്ന സർക്കാരുകൾ അവരുടെ എന്താ പറയാ വിജയശതമാനം കൂട്ടാനായിട്ട് കാണുന്ന ഓരോരോ മാർഗങ്ങൾ അതേ ഉള്ളൂ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ആസ് എ സൈക്കോളജിസ്റ്റ്, നമ്മുടെ പോലുള്ള ഒരു രാഷ്ട്രത്തിൽ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇതിൽ നിന്ന് രക്ഷ ഉണ്ടാവും? ഷാലിമ മാം പറഞ്ഞത് ശരിയായിരുന്നു. എന്റെ കുട്ടിക്ക് ഇത് ഡയഗ്നോസ് ചെയ്തപ്പോൾ അവന്റെ ടീച്ചേഴ്സിനെ ഇത് കുട്ടിക്ക് രോഗാവസ്ഥയാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനായിരുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ പെട്ട ഏറ്റവും വലിയ പാട്. അതാണ് എനിക്കുണ്ടായ വീഴ്ച എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങൾ പാരന്റ്സ് ഐഡന്റിഫൈ ചെയ്തെങ്കിലും അധ്യാപകരെ പറഞ്ഞു മനസ്സിലാക്കാൻ ഞാനൊരു അധ്യാപികയായിട്ട് കൂടി ഞാൻ അട്ടർ ഫെയിലർ ആയിരുന്നു എന്നുള്ള സത്യമാണ് എനിക്ക് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പൊതുജനങ്ങളെ ഇത്, എസ്പെഷ്യലി ഈ ഫീൽഡിലുള്ളവരെ പോലും നമുക്ക് അവരെ അറിയിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും ആസ് എ തെറാപ്പിസ്റ്റ്, ആസ് എ സൈക്കോളജിസ്റ്റ് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയാണ്. ഒന്ന് പാരന്റ്സിനെ കൺവിൻസ് ചെയ്യുക. ബിക്കോസ് അവർ പറയും നിങ്ങൾ പൈസ വാങ്ങിക്കുന്നു, മനസ്സിലായോ? ടീച്ചേഴ്സ്, കാരണം നല്ല ക്ഷമ വേണം ഇതിന്. നല്ല ക്ഷമ വേണ്ടത് കൊണ്ട് തന്നെ ഒരു 2-3 days ഞാൻ പാരന്റ്സിനോട് പറയാ, ഒരു വിസിബിൾ റിസൾട്ട് കണ്ടു തുടങ്ങണമെങ്കിൽ 6 months ട്രീറ്റ്മെന്റ് എടുക്കണമെന്നാണ്. ഒരു 1 yearലെ ചേഞ്ചസ് കണ്ടു തുടങ്ങണമെങ്കിൽ 6 months ട്രീറ്റ്മെന്റ് എടുക്കണം. ഒരു വിസിബിൾ ചേഞ്ച് കാണണമെങ്കിൽ 1 year എങ്കിലും വരും, മനസ്സിലായോ? പക്ഷെ അത്രയും ഒരു ലോങ് ടൈമിലേക്ക് വരുമ്പോ പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അവരുടെ മടി. പിന്നെ ഇവരുടെ ഒരു ദൗർഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അക്കാഡമിക്സിലായിരിക്കും ഇവർ മിക്കവാറും പിറകിലേക്ക് നിൽക്കുക. ബാക്കി എല്ലാത്തിലും ഇവർ ഭയങ്കരമായിട്ട് എക്സൽ ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ഇവരുടെ മടിയായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് ഇതിന് കുഞ്ഞുങ്ങളെ ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്ന് പറയുന്നത്. ശരിക്കും എംപതറ്റിക് ആയിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കുഞ്ഞുങ്ങളെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ ഐ ഡോണ്ട് ബിലീവ് സോ, ബിക്കോസ് സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ആണെങ്കിലും, ഐ എം നോട്ട് ജനറലൈസ് പറയല്ല എങ്കിൽ പോലും 10 മണിക്ക് കയറുന്നു, 4 മണിക്ക് എനിക്ക് ഇറങ്ങണം. അത് ഒരുപാട് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് മുറിവേൽക്കും. എന്നാണ് ആഗ്രഹിക്കുന്നില്ല റഷീദ. ഐ ആം സോ സോറി ഫോർ ദാറ്റ്. എനിവേ താങ്ക് യു ഫ്രം മൈ ഹാർട്ട്. ആൻഡ് ഇതുപോലെയുള്ള ക്ലാസ്സിലേക്ക് എനിക്ക് കയറാൻ സാധിച്ചത് അശോക് സാറിനെ പോലുള്ള ഒരു മഹത് വ്യക്തിയുടെ പ്രയത്നം കൊണ്ടുകൂടിയാണ്. അദ്ദേഹം ആണല്ലോ ഈ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഷാലിമ വീണ്ടും കാണാം. മാം, കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് ഇതിന്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? എനിക്ക് ചോദ്യം ക്ലിയർ ആയില്ല കേട്ടോ. കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് ഇതിന്റെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ടല്ലോ. റെമഡിയൽ കോച്ചും കൂടിയാണ് ഞാൻ. കൊടുക്കുന്നുണ്ട്. അതെവിടെ വെച്ചത്? എനിക്ക് ക്ലിനിക് ഉണ്ട് കൊടുങ്ങല്ലൂരിനും തൃപ്രയാറിനും ഇടയില്, ഒരു കൈപ്പങ്കൽ എന്ന് പറയുന്ന സ്ഥലം. നമുക്ക് ധാരാളം ആളുകൾ ഫ്ലാറ്റ് എടുത്ത് അങ്ങനത്തെ പാരന്റ്സും ഉണ്ട് കേട്ടോ. ഇപ്പൊ വയനാട്ടിലൊക്കെ എനിക്ക് ക്ലയൻസ് ഉണ്ട്. അവരിവിടെ വന്ന് ഫ്ലാറ്റ് എടുത്ത് താമസിച്ച് റെമഡിയേഷൻ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഫ്രൈഡേ വന്നിട്ട് ഇവിടെ ഹോട്ടലിൽ താമസിച്ചിട്ട് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് തിരിച്ചു പോകുന്നവരുണ്ട്. എവറി വീക്ക് വരുന്നവരുണ്ട്. അങ്ങനത്തെ ആളുകളും ഉണ്ട് കേട്ടോ. എവിടെയാണ്? ഞാൻ കയ്പമംഗലത്തുള്ള ആളന്നെ. കയ്പമംഗലം കൊപ്രിക്കളം. അതല്ലേ? കളിങ്ങാട് വരും. നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? എന്ത് പറയുന്നു? ശരി, എന്തായാലും ഇത്രയും വളരെ സമഗ്രമായിട്ടുള്ള വളരെയധികം പ്രാധാന്യമേറിയ ഒരു വിഷയം വളരെ ഗംഭീരമായിട്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച ഷാലിമ മാമിനെ ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ആശങ്ക അറിയിച്ചിരുന്നു, ഇങ്ങനൊരു വിഷയം നമ്മൾ കൊടുത്താൽ പബ്ലിക് അല്ലെങ്കിൽ പങ്കെടുക്കുന്നവര് അതിനെങ്ങനെയായിരിക്കും സമീപിക്കുക? പ്രത്യേകിച്ച് തുടക്കത്തിൽ പറഞ്ഞൊരു
ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ വന്ന കമന്റ്സ് ആളുകൾക്ക് അത് എത്രമാത്രം ഗ്രഹിക്കാനാകും, ഉൾക്കൊള്ളാനാകും എന്നൊക്കെയുള്ള ആശങ്കകൾ. എന്തു തന്നെയായാലും വളരെ ആക്റ്റീവായിട്ട്, വളരെ ഗംഭീരമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത, അനുഭവങ്ങൾ പങ്കുവച്ച, സംശയങ്ങൾ ചോദിച്ച് ഒപ്പമുണ്ടായിരുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഒന്നുകൂടി ഷാലിമ മാമിന് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വേദിയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം അശോക്. Bye bye, guys. Thank you. So much. Thank you, everyone. താങ്ക് യു മാം. താങ്ക് യു സാർ.